is a verse that is for today's conference? Can anybody say that? What's the verse? Can anybody say it loud? John 16, 15, 12. What is the verse? John 16, 15, 12. Okay. Can you say that one more time? John 16. John. Ha. നിങ്ങളെല്ലാവരും VBS പഠിപ്പിക്കാൻ പോകും. So, when it comes to you, you are forgetting. So, yeah, we'll be getting few things in mind so that we are not just listeners, not just hearers, but we need to keep everything that has been told into our hearts. Even everything as the Holy Spirit led, people are hearing, presenting something so that you would be a better believer, better Christian, a better person as you leave out this door. So that's the whole thought behind this thing. And we have a speaker for today, traveled from the long way. His son was waiting more than him. So we have a very special person. We know Kudin uncle. He is here with us for a few times. And he was serving the Lord. He is serving the Lord in Kasaragod, Kerala. And he's past, I think, a couple of months he's here. And with this convention, which was to a major milestone, there's another milestone coming up where he would be leaving us all soon, going back to Kerala again. So before that, we were all been blessed to have him share with the Word of God. Today morning, he will also do that, as we were hearing from different time during our Sunday worships in the church as well. So this is a conference first message that we are having today, and let us all sit prayerfully, and may the Lord lead us to his plans and purpose that is there for us, and let us be a better person, and let us have that love which this verse says that, and let us build in love. So now I would request Korean uncle to come forward, take the stage, and share us with the word of God. Can we all give him a big round of applause for it? Praise the Lord. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനും പിതാവായ ദൈവത്തിനും എല്ലാ മഹത്വവും സ്തുതിയും ബഹുമാനവും ഉണ്ടാവട്ടെ. ഇങ്ങനൊരു ആത്മീക ശുശ്രൂഷ ഇവിടെ ക്രമീകരിക്കപ്പെടുകയും അതിൽ സംബന്ധിക്കാൻ ഇടയാകുകയും ചെയ്തോർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്തിൽ ഒരു ഭാഗം ഇങ്ങനെ വായിക്കുന്നു, മെസ്സേജല്ല. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഈ പുരുഷാരം 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. കുറച്ച് പേരല്ല, ഈ പുരുഷാരം എന്നാണ് പറഞ്ഞത്. 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. ഇവിടെയും ഇങ്ങനൊരു 3 ദിവസം ഇങ്ങനൊരു പ്രോഗ്രാം ക്രമീകരിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം കൃപ തോന്നിയല്ലോ. ആ 3 ദിവസം നമ്മൾ കേട്ടതുപോലെ കർത്താവിനോട് കൂടെ പാർക്കുവാനായിട്ടിടയാവണം. എപ്പോഴാണ് കർത്താവ് വന്നത്? ചുരുക്കം ചിലരായിട്ട് 2-3 പേർ ആദ്യം ഇവിടെ വന്നപ്പോൾ, അങ്ങനെയല്ല വാക്യം, 2-3 പേർ എൻ്റെ നാമത്തിൽ അല്ലേ. പിന്നീടാണ് വളരെ ആളുകൾ വന്നത്. അപ്പോൾ ആദ്യം തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മൾ കർത്താവിനോടുകൂടെ പാർക്കുവാനായിട്ട് പോകുകയാണ്. അതിന് കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. എൻ്റെ മുമ്പിലുള്ള പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ നിങ്ങളെ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറന്നെന്ന് എനിക്കറിയാം. എങ്കിലും അതിലുപരിയായി
ദൈവവചനം പഠിക്കാനായിട്ട് ആരംഭത്തിൽ തന്നെ വരുവാനായിട്ട് ഇടയായത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെ കൊണ്ടുവന്ന മാതാപിതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. പ്രിയ സഹോദരന്മാർക്കും പ്രിയ സഹോദരിമാർക്കും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. വിശേഷാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് ഷെയർ ചെയ്ത് തരുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ച് കൃപയോടെ ദൈവകൃപയോടെ കടന്നു വന്ന കർത്താവിൻ്റെ മാന്യ ദാസൻ സാം കെ ജോൺ അവറുകളെയും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഒരു പങ്കും ഓഹരിയും കർത്താവ് എനിക്ക് തരുവാൻ പ്രസാദം തോന്നിയല്ലോ. ഇതൊന്നും ഞാൻ കേട്ടറിഞ്ഞ് വന്നതല്ല. മക്കളോടുള്ള ബന്ധത്തിൽ 2 മാസം മുമ്പ് വന്നു. ചില ആഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, അതിലൊരു പങ്കാളിത്തം തരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. എതിർപ്പൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം ഒരുക്കമൊന്നും നേരെ ഒരുങ്ങി വന്നതല്ലല്ലോ. എങ്കിലും വേദത്തിലുള്ളൊരു വാക്യമുണ്ട്, നിങ്ങൾ സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കണം. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാനത് ആമേൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അല്പ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് കഴിഞ്ഞു. കർത്താവ് ധാരാളമായി നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് അറിയാവുന്ന ഒരു സംഗീത ഉപകരണമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അത്ര പരിചയം കാണത്തില്ല, മുതിർന്നവർക്ക്. അതിൻ്റെ പേര് ഓടക്കുഴലെന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആ പടം ഒരു മുഴ നീളം കാണും, ഓടക്കുഴൽ. അത് ഓട കൊണ്ടോ ഈറ്റ കൊണ്ടോ ഉണ്ടാക്കി കുറച്ച് സുഷിരങ്ങളൊക്കെ അതിന് ഇട്ടിട്ടുണ്ട്. അതിനൊരു പ്രത്യേകതയും വേറെ ഇല്ല. കാട്ടിൽ കിടന്ന് ഒരു ഓടക്കുഴലെടുത്ത് കുറച്ച് കിഴുത്തിയൊക്കെ ഇട്ട് ഒന്ന് രൂപപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുക. ഒരു മാഹാത്മ്യം അതിനില്ല. എന്നാൽ വിദഗ്ധനായ ഒരു സംഗീതജ്ഞൻ തൻ്റെ ശ്വാസം അതിലൂടെ ക്രമാനുഗതമായിട്ട് ഉപയോഗിക്കുമ്പോൾ കേൾവിക്കാരെല്ലാം പറയും, എത്ര മനോഹരമാണ്, എത്ര ആനന്ദമാണ്. ഇത് കേൾക്കുമ്പോൾ ഈ സംഗീതജ്ഞനോ അവനും പ്രശംസയാണ് അല്ലേ? ഈ ഒരനുഭവം എന്നോടുള്ള ബന്ധത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നന്മയും പറയാനായിട്ടൊന്നുമില്ല, വെറും ഒരു ഓടക്കുഴൽ. എന്നാൽ ഒരജമാനുണ്ട്, അദ്ദേഹം ഉപയോഗിക്കുന്നുവെങ്കിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ആനന്ദകരമായിരിക്കും, യജമാനന് പ്രസാദകരവുമായിരിക്കും. സ്വർഗത്തിലെ ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ ആമുഖമായിട്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ്റെ ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ തകിടം മറിച്ച ഒരു വിഷയമുണ്ട്, പാപമെന്ന വിഷയം. ആ വിഷയത്തെ മനസ്സിലാക്കി അതിൽ നിന്നും മോചനവും സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം. മനസ്സിലായല്ലോ? മനുഷ്യൻ്റെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, ഇതിനെ മുഴുവൻ തകിടം മറിച്ച് കളഞ്ഞു. ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് മോചനവും സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവുമാണ് ദൈവിക ഉദ്ദേശം. ഇത് ഈ ക്യാമ്പ് നിമിത്തം നമുക്ക് സ്വായത്തമാവണം. സ്വായത്തമായവരാണ് എങ്കിലും അതിൽ വർധനവ് പ്രാപിക്കണം. ആകയാൽ നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. 1 മിനിറ്റ് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കൃപാലുവായ കർത്താവിനോട് പറയാം, സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് കർത്താവിനാൽ ഉണ്ടായത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ക്രമീകരിക്കപ്പെട്ട ഈ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ടല്ലോ. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ നല്ല ഗുണവിശേഷങ്ങൾ ഈ ക്യാമ്പിൽ മുഖാന്തരം ഉണ്ടാകുവാൻ ഇടയാക്കണം. ഞങ്ങൾ വെറും ഓടക്കോഴാണ് കർത്താവേ.
അവിടുന്ന് ഞങ്ങളെ ഉപയോഗിക്കണം, അവിടുത്തെ നാമത്തെ ഉയർത്തണം. വചനം ഈ എളിയവർക്ക് നൽകുമാറാകണമേ. ഞങ്ങൾ അവിടുത്തെ വകയാണ്. ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം ആത്മാവിനാൽ വിഭാഗിച്ചു കൊടുക്കുവാൻ ഈ ഏഴെയും സഹായിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നത് കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവിന് സ്തോത്രം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി. നമ്മളെ തകിടം മറിച്ച് കളഞ്ഞ പാപം എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നിൽ ഒരുവനുണ്ട്. അവനെ നമ്മൾ മനസ്സിലാക്കണ്ടേ? അവൻ്റെ പ്രവൃത്തിയെ നമുക്ക് മനസ്സിലാക്കണ്ടേ? ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയത്തിൻ്റെ ഹെഡിങ്ങായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് പാപത്തിന്മേലുള്ള ജയം എന്നുള്ളതാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് പറയുമോ? പാപത്തിന്മേലുള്ള ജയം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടിസ്ഥാനമായി നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വചനം. 4-ാം അധ്യായം 7-ാമത്തെ വചനം. കോട്ടസ് മൈക്കുണ്ടെങ്കിൽ ആരെങ്കിലും വായിച്ച് സഹായിച്ചാൽ നല്ലതാണ്. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. കർത്താവിന് സ്തോത്രം. മനുഷ്യസന്തതിയായ ആദ്യ വ്യക്തിയോട് കർത്താവിൻ്റെ കൽപ്പനയാണ്. മനുഷ്യസന്തതിയായ ആദ്യ മനുഷ്യൻ, മനസ്സിലായല്ലോ കാര്യം. അവനോടുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പനയാണ്, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, നീയോ അതിനെ കീഴടക്കണം. കർത്താവിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ എന്നോടും പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഓരോ വ്യക്തിയോടും കർത്താവ് പറയാണ്, പാപം മകനെ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുകയാണ്, അതിനൊരാഗ്രഹമുണ്ട്, അത് നിന്നോടാണ്, നീയോ അതിനെ കീഴടക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാപത്തെ കീഴടക്കുവാൻ, സാത്താനെ കീഴടക്കുവാനായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏത് ശത്രുവിനെയും നമ്മൾ ജയിക്കണമെങ്കിൽ അവൻ്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ സ്വാധീനം നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ തന്ത്രം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ യുദ്ധത്തിന് പോയാൽ ഹമാസിന് പറ്റിയ പോലെ ഇരിക്കും. അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഹമാസിന് പറ്റിയ പോലെ ഇരിക്കും. അപ്പോൾ സാത്താൻ്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ സ്വാധീനം മനസ്സിലാക്കണം, അവൻ്റെ തന്ത്രം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അവനോട് പോരാടുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ പാപമെന്ന് പറഞ്ഞല്ലോ, പാവമല്ല പാപം. ഈ പാപം എന്താണെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ പാപം എന്നത് ഗ്രീക്കിലെ ഹമാർട്ടിയ എന്ന വാക്കിൽ നിന്ന് ഉണ്ടായ പദമാണ്. ഗ്രീക്കിലെ ഹമാർട്ടിയ എന്ന വാക്കിൽ നിന്ന് ആണ് ഈ പാപം എന്ന വാക്ക് ഉളവായത്. ഇതിൻ്റെ അർത്ഥം നേർപാതയിൽ നിന്നുള്ള വ്യതിചലനമെന്നാണ്. നേരെ പോകേണ്ട വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോവുക എന്നതാണ് ഹമാർട്ടിയ എന്ന വാക്കുകൊണ്ട്, അഥവാ പാപം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തോട് അടുക്കാതെ വണ്ണം മനുഷ്യനെ പാപം ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? എൻ്റെ മക്കളെപ്പോഴും എൻ്റെ അടുക്കൽ ഇരിക്കണമെന്ന്. പക്ഷേ നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തോട് അടുക്കാതെ വണ്ണം പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയാണ്. ഈ പാപത്തിനെ പറ്റി തിരുവെഴുത്തിൽ പല പര്യായ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും നിങ്ങളുടെ ഓർമ്മയിൽ പെട്ടെന്ന് നിൽക്കത്തില്ല. വിഷ്വലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പറ്റിയേനെ, പക്ഷേ എനിക്ക് അത് സാധിക്കുന്നില്ല. അതിന് ചില വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എപ്പോഴേലുമൊക്കെ പ്രയോജനപ്പെടുമായിരിക്കും എന്ന് കരുതുന്നു. പഴയ നിയമത്തിൽ പാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്
ഹദ എന്ന പേരാണ്. CHATA, ഹദ. ഈ വാക്കിന് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാകുന്ന അർത്ഥം ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്നുള്ളതാണ്. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുക. നോട്ട്സ് ആരെങ്കിലും കുറിക്കുന്നുണ്ടെങ്കിൽ കുറിച്ചുള്ള വിശദീകരിക്കാൻ സമയമില്ല. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 3-ഉം 12-ഉം വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവിക പദ്ധതിയിൽ നിന്ന്, ദൈവിക ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുക, അഥവാ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുക. രണ്ടാമത് എബ്രായ ഭാഷ പറഞ്ഞിരിക്കുന്നത് പാഷ, PASH, പാഷ എന്നുള്ള വാക്കാണ്. ഇതിന് മത്സരം എന്നും അതിക്രമം എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. മത്സരമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അതിക്രമം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭാഷ എന്ന് പറഞ്ഞാൽ മത്സരം, അതിക്രമം എന്ന് പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. മൂന്നാമത് ഷാഗാഹ്, SHGAG, ഷാഗാഗ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വഴിവിട്ട് ഉഴന്ന് നടക്കുക. ഇതിന് അടിസ്ഥാനം കൊടുത്തിരിക്കുന്ന വാക്യം യെഹെസ്കേൽ 34:6 എൻ്റെ ആടുകൾ വഴിവിട്ട് ഉഴന്ന് നടക്കുന്നു. യെഹെസ്കേൽ 34:6 അഥവാ ഷാഗാഗ്, വഴിവിട്ട് ഉഴന്ന് നടക്കുക. വീണ്ടും നമ്മൾ കാണുന്നത് റാഷ എന്ന എബ്രായ വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. RASH, റാഷ. ഇതിൻ്റെ അർത്ഥം ദുഷ്ടത എന്നാണ്. നെഹമ്യാവ് 9:33 നെഹമ്യാവ് പറയുകയാണ്, ഞാനും എൻ്റെ പിതാക്കന്മാരും പാപം ചെയ്തിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ്. അഥവാ പാപം ചെയ്തിരിക്കുന്നു, ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. അഞ്ചാമതായി അമാൽ എന്നുള്ള വാക്ക് ഹീബ്രുവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വേണ്ടാതനമെന്നാണ്. വേണ്ടാതനം പറയുന്നവരൊക്കെ ആണല്ലോ പലരും, അല്ലേ? നിങ്ങളല്ല. വേണ്ടാതനം സദൃശ്യവാക്യം 24-ന്റെ 2-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ 5 ഹീബ്രു ഭാഷയിലുള്ള 5 വാക്കുകൾ പാപത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. 1, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുക. 2, മത്സരം, അതിക്രമം. 3, വഴിവിട്ട് ഉഴന്ന് നടക്കുക. 4, ദുഷ്ടത. 5, വേണ്ടാതനം. ഇത്രയും പാപത്തിൻ്റെ പേരുകളാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഗ്രീക്കിലാണ്. അസബസ് എന്ന് പറഞ്ഞാൽ അഭക്തി, ഭക്തിയില്ല, വെറും പൂശു മാത്രം, ഇമിറ്റേഷൻ മാത്രം. ഭക്തിയിൽ അഭക്തി, അസബസ്. റോമാലേഖനം 1:8 രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത് അനോമിയ എന്ന വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മത്തായി 7-ാം അധ്യായം 23-ാം വാക്യത്തിലും റോമർ 6:19 അതിൻ്റെ അർത്ഥം അധർമ്മം പ്രവർത്തിക്കുന്ന ഏവരുമേ, അധർമ്മം. മൂന്നാമത് കാഗിയ എന്ന വാക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. KAKIA, വഷളത്വം എന്നാണ് അതിനർത്ഥം. അത് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലാണ് കാണുന്നത്. പത്രോസ് മുഖാന്തരം ഒരുപാട് വീര്യപ്രവൃത്തികൾ അവിടെ നടന്നു. ഇത് കണ്ടപ്പോൾ ശിമോൻ എന്നൊരു പേരുള്ള ഒരു വ്യക്തി കുറച്ച് പണവുമായിട്ട് വന്നു. ഇത് സ്വീകരിച്ച് എനിക്കും ഈ കഴിവൊക്കെ അങ്ങ് തരണം. വളരെ പത്രോസ് അപ്പച്ചൻ പറഞ്ഞതാണ് ഈ വഷളത്വം അഥവാ പാപം. നാലാമതായി അഡിഗിയ എന്ന വാക്കാണ് ഗ്രീക്കിൽ കൊടുത്തിട്ടുള്ളത്. അതിന് അന്യായം, അനീതി. റോമർ 9:14, ലൂക്കോസ് 18:6 ഈ ഭാഗങ്ങളിൽ അന്യായമെന്നും അനീതിയെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പുതിയ നിയമത്തിൽ അഭക്തി, അധർമ്മം, വഷളത്വം, അന്യായം ഈ പേരുകളാണ് പര്യായപദമായി പാപത്തിന് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം ഓർമ്മയിൽ മുമ്പോട്ട് അധികം ഒന്നും നിൽക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ആവർത്തിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അത് കുറച്ചൊക്കെ നിൽക്കുകയുള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് മുമ്പോട്ട് വരാം.
പാപത്തിൻ്റെ ഉത്ഭവം. പാപം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ചോദിക്കുക, നിങ്ങളോട് ചോദിക്കുക, എന്നാ പാപം ഉണ്ടായത്? പാപത്തിൻ്റെ ഉത്ഭവം എന്താ? പഠിച്ചില്ലേ? എനിക്കറിയത്തില്ലെന്ന് പറയല്ലേ, അത്രേ ഉള്ളൂ, എനിക്കറിയത്തില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച ജോണിച്ചാനുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരാളോട് എന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പഠിച്ചു എന്ന് പറയാമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പഠിച്ചു എന്ന് പറയാമെന്ന് പറയും അല്ലേ. പാപത്തിൻ്റെ ഉത്ഭവം, ആരാണ് ആദ്യം പാപം ചെയ്തത്, അതെങ്ങനെ മനുഷ്യനിലേക്ക് കടന്നു, ഇതിനെക്കുറിച്ച് വചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപം ആരാണ് ആദ്യം ചെയ്തത്? നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ചാൽ. യെശയ്യാവ് 14-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. കർത്താവിന് സ്തോത്രം. ഇവിടെ ഒരു ദൂതനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് ഒത്തിരി ദൂതന്മാരുണ്ട്. 1000 10,000 എന്നൊക്കെ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. അനവധി ദൂതന്മാരുണ്ട്. അവരിൽ പ്രധാനിയായിരിക്കുന്ന ഒരു ദൂതനെ കുറിച്ചാണ്. ആ ദൂതന്റെ പേരിവിടെ വായിച്ചു, അരുണോദയപുത്രനായ ശുക്ര. ശുക്രൻ എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. മറ്റ് ഭാഷാന്തരങ്ങളിൽ വായിച്ചാൽ ലൂസിഫർ എന്ന് കാണാനായിട്ട് കഴിയും. വെളിച്ചം പരത്തുന്നവൻ എന്നൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദൂതൻ, ദൈവം സൃഷ്ടിച്ച ഒരു ദൂതന്റെ പേരാണ് ലൂസിഫർ അഥവാ ശുക്രൻ. ഈ ശുക്രന് അഥവാ ദൂതന്റെ ഉള്ളിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ് ഇവിടെ വായിച്ചത്. അദ്ദേഹം ആദരണീയനായിരുന്നു, ഉന്നതനായിരുന്നു എന്നൊക്കെ നമ്മളിവിടെ വായിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ചിന്തയും വായിച്ചു. എന്താ ചിന്ത? ഞാൻ അത്യുന്നതനോട് സമനാകും, സൃഷ്ടാവായ ദൈവത്തോട് ഞാൻ സമനാകും. ഒരളവിൽ പറഞ്ഞാൽ അതിനേക്കാൾ മുകളിലാകും. അത് വായിക്കാൻ കഴിയുന്ന ആ ഭാഗത്ത് തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെ പോലെയാകും, അവൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ എൻ്റെ സിംഹാസനം വെക്കും. അപ്പോൾ ദൈവത്തിൻ്റെ നക്ഷത്രം എത്ര ഉണ്ടോ അതിന് മീതെ സിംഹാസനം വെക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ പോലെയോ അതിന് മുകളിലോ ആകും എന്നുള്ള അഹങ്കാരം എപ്പോൾ അവൻ്റെ ഉള്ളിൽ വന്നോ അപ്പോൾ പാപം ആരംഭിക്കുകയായി. ദൈവം അവനെ തള്ളിയിട്ട കാര്യമാണ് നമ്മൾ വായിച്ചത്. ആ ദൂതനെ തള്ളിയിടാനായിട്ട്, ഇത്ര അഹങ്കരിക്കാനായിട്ടുണ്ടായ ചില കാര്യങ്ങളുണ്ട്. നമ്മളൊന്ന് ഓടിച്ചു പോകേണ്ടിയിരിക്കുന്നു. ഈ പാപം ചെയ്ത ദൂതനെക്കുറിച്ച് തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന 2 വേദഭാഗങ്ങളെ വിശദമായിട്ടുള്ളൂ. അതിലൊന്ന് നമ്മൾ വായിച്ചു, യെശയ്യാവ് 14-ാം അധ്യായം. മറ്റൊരു ഭാഗം യെഹെസ്കേൽ 28-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യെഹെസ്കേൽ 28-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോട്ടെ. 14 മുതൽ. ചിറക് വിടർത്തി മറയ്ക്കുന്ന കരൂപായിരുന്നു.
നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ട് രാജാക്കന്മാർ നിന്നെ കഴിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. നമ്മൾ വായിച്ചു കേട്ടല്ലോ, അരുണോദയപുത്രനായ ശുക്രൻ അഥവാ ലൂസിഫർ അവനെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് കണ്ടു. സൺഡേ സ്കൂളിൽ നമ്മൾ പഠിക്കാറുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാ മണ്ണ് കൊണ്ടല്ലേ. മണ്ണ് കൊണ്ട് മനഞ്ഞ് മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി, മൂക്കിൽ എന്ന് പറയും ശ്വാസൂതി ദൈവം മനുഷ്യൻ ജീവനുള്ള ദേഹിയാക്കുന്നു. നോക്കണേ, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന് എത്ര സൗന്ദര്യമുള്ളവരാ അല്ലേ. മോള് ശരിയാ, നല്ല സുന്ദരിയാ, നല്ല സൗന്ദര്യമുള്ളവരാ നമ്മുടെ സഹോദരിമാരൊക്കെ. സഹോദരന്മാർ ഒട്ടും കുറവല്ല കേട്ടോ, ഇച്ചിരി കൂടുതലുണ്ട് അല്ലേ. അവർ സൗന്ദര്യമുള്ളവരാണ്. മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ ഇത്ര സുന്ദരന്മാരും സുന്ദരിമാരുമാണെങ്കിൽ ഈ ദൂതനെ സൃഷ്ടിച്ച് എങ്ങനെയാണെന്നറിയാമോ? അവിടെ നമ്മൾ വായിച്ചു അല്ലേ, 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. 9 കൂട്ടം രത്നങ്ങൾ കൊണ്ടാണ്, നവരത്നങ്ങൾ കൊണ്ടാണ് ഈ ദൂതനെ അങ്ങോട്ട് സൃഷ്ടിച്ചത്. ആ ദൂതൻ്റെ സൗന്ദര്യം വല്ലതും പറയാനുണ്ടോ? നോക്കാൻ പറ്റൂ അല്ലേ, അത്ര പ്രഭയുള്ളത്. പിന്നീട് ഈ ദൂതൻ എവിടെ ഇരുന്നെന്നറിയാമോ? വിശുദ്ധ ദേവപർവ്വതത്തിലായിരുന്നു അവൻ്റെ സ്ഥാനമെന്ന്. നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകില്ല. വിശുദ്ധ ദേവപർവ്വതത്തിൽ. ഞാനതിനെക്കുറിച്ച് കുറച്ച് വായിച്ച് പഠിച്ചിട്ടുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ദേവന്മാരെന്നും പറഞ്ഞൊരു കൂട്ടമുണ്ട്. ഹിന്ദുക്കളുടെ ദേവന്മാരല്ല കേട്ടോ, നമ്മളെ ദേവന്മാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. ആ ദേവന്മാരെന്നവൾ ഉദ്ദേശിച്ച ദൂതന്മാരെയാണ്. ആ ദൂതന്മാർക്ക് ഓരോ ഡ്യൂട്ടിയുണ്ട്. ജലാധിപതിയായ ദൂതൻ, കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൂതൻ, 4 കാറ്റിനെ പിടിച്ചു 4 ദൂതന്മാർ നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഉത്തരവാദിത്വമുള്ള ദൂതന്മാരെ വസിപ്പിക്കുന്ന സ്ഥാനത്തുണ്ട്. അതിൻ്റെ ഹെഡായിട്ടാണ് ഈ ലൂസിഫറിനെ ആക്കിയിരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു, ബാബേൽ സാമ്രാജ്യത്തിൽ 127 രാജ്യങ്ങളുണ്ട്. ആ 127 രാജ്യങ്ങളിൽ 127 ദേശാധിപതിമാരുണ്ട്. ഈ 127 ദേശാധിപതിമാരെ നിയന്ത്രിക്കാനായിട്ട് 3 അധ്യക്ഷന്മാരുണ്ടായിരുന്നു. ആ അധ്യക്ഷന്മാരിൽ പ്രധാനിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആളുടെ പേര് നമുക്കറിയാം ഇല്ലേ, ദാനിയേൽ. ഇതുപോലെ പല കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന അനേക ദൂതന്മാരുണ്ട്. അവരെ നിയന്ത്രിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് ലൂസിഫർ. അവൻ്റെ സ്ഥാനം നോക്കി, ഏറ്റവും ഉയർന്ന നിലയിൽ, സൗന്ദര്യത്തിൽ അവൻ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. അവൻ്റെ സ്ഥാനം കൊണ്ട് അവൻ ഉയർന്ന നിലയിലായിരുന്നു. മറ്റേ ഒന്നുമുണ്ട്, നമ്മൾ വായിച്ചല്ലോ, എഹെസ്കേൽ 28-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, അവൻ മാതൃകാമുദ്രയായിരുന്നു. എന്താ അങ്ങനെ, ഞാൻ എങ്ങനെ അത് മനസ്സിലാക്കി തരും? മാതൃകാമുദ്രയായിരുന്നു. സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറയാൻ പാടില്ലാത്തതും പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ആ കൊച്ചിനെ ഒന്ന് നോക്കി പഠിക്കടി ഇല്ലേ. പറയാൻ പാടില്ല, എന്നാലും ഇങ്ങ് പറഞ്ഞു പോകും. കാര്യം എന്താ? ആ കൊച്ച് സമൃദ്ധിയാണ്, പഠിത്തത്തിന് മിടുക്കിയാണ്, എല്ലാ കാര്യത്തിലും നല്ലതാണ്, ഒരു മാതൃകയാണ്. അതിനെ നോക്കി പഠിക്കുന്നൊക്കെ അങ്ങ് പറഞ്ഞു പോകും. ഇതുപോലെ ഒന്നാണ്, അവൻ മാതൃകാമുദ്രയായിരുന്നു. എല്ലാ ദൂതന്മാർക്കും ഒരു മാതൃകാമുദ്രയായി കാണിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിരുന്നു ലൂസിഫർ. പിന്നീട് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനസമ്പൂർണനാണെന്നാണ്. അതെങ്ങനെ ഒന്ന് പറഞ്ഞറിയിക്കും അല്ലേ?
അവന് ഏതെല്ലാം കാര്യത്തിൽ അറിവ് കർത്താവ് കൊടുത്തിട്ടുണ്ടോ അതിൽ പൂർണ്ണമായി അവൻ പൂർണ്ണമായി അതിൽ വിദഗ്ധനായിരുന്നു. അവന് ജ്ഞാനസമ്പൂർണനായിരുന്നു. സൗന്ദര്യസമ്പൂർണനായി നമ്മൾ ചിന്തിക്കുക ഉണ്ടായി. ഇതാണ് അവൻ്റെ നിഗളത്തിന് ഉണ്ടായ കാരണങ്ങൾ. അല്ലേ? ഞാൻ പ്രധാന ദൂതനാണ്, മറ്റു ദൂതന്മാരല്ല എൻ്റെ അണ്ടറിലാണ്. എൻ്റെ സ്ഥാനം ഈ ദൂതന്മാർക്കൊക്കെയും മുകളിലാണ്. ഈ ദൂതന്മാരെക്കാളൊക്കെയും ഞാൻ സൗന്ദര്യമുള്ളവനാണ്, ജ്ഞാനമുള്ളവനാണ്. ഈ ചിന്താഗതിയും അവനിലുണ്ടായി. ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. ഇതിനെ പകുതി ഉണ്ടായാൽ മതി, ഇതിനേക്കാൾ കൂടുതൽ അഹങ്കാരം നമുക്കുണ്ടാവില്ലേ? ഈ ദൂതന് അഹങ്കാരം ഉണ്ടായി. ആ ദൂതൻ പറഞ്ഞ ഒരു വാക്കാണ്, ഞാൻ അത്യുന്നതനോട് സമനാകും, എൻ്റെ സിംഹാസനം അവൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. സർവജ്ഞാനിയായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം മനസ്സിലാക്കി, ഇനി ഇവനെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. അവിടുന്ന് ഉടനെ അവനെ ഡിസ്മിസ് ചെയ്ത് അവൻ്റെ ജോലിയിൽ നിന്ന് ഇറക്കി വിട്ടവനെ. യശയാപ്രവചനത്തിൽ വായിച്ചെങ്ങനെ ആകാശത്ത് നിന്ന് വെട്ടേറ്റ് നിലത്ത് വീണു. ഇല്ലേ? ഈ എഹെസ്കേൽ പ്രവചനത്തിൽ വായിച്ച് അവനെ അവിടെ തള്ളിയിട്ടെന്ന്. അവിടെ തള്ളിയിട്ടു. തള്ളിയിട്ടപ്പോൾ ഈ പുള്ളിക്കാരൻ മാത്രമേ വന്നുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ. ഏത് രാഷ്ട്രീയ മേഖലയിലായാലും സാമൂഹ്യ മേഖലയിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരിക്കും. എന്നാൽ അതിനെ അനുകൂലിക്കുന്ന കുറേ പേരുണ്ടാവും, പക്ഷം പിടിക്കുന്നവരുണ്ടാവും. തിരുവഴുത്തിലും ഉണ്ട്, ഇല്ലേ? സംഖ്യാപുസ്തകത്തിലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. 40 ലക്ഷത്തോളം പേരെ നടത്തിക്കൊണ്ടുവന്ന മോശയോടും അഹരോനോടും പിറുപിറുത്ത ഒരു 4 പേര്. ആരാന്നറിയാമോ? കോരഹ്, ദാദാൻ, അബീറാം, ഓൻ. ഈ 4 പേര് അവരാദ്യം മുമ്പോട്ട് വന്നു. ഈ മോശ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, അഹരോനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഉടനെ തൻ്റെ കൂട്ടത്തിൽ ഒരു 250 പേരോടെ കൂടി. പിന്നെ കൂടിയവരുടെ സംഖ്യ പറഞ്ഞിട്ടുമില്ല, കുറേ പേരോട്. അവരെല്ലാം ഭൂമി വായ്പിറന്ന് വിഴുങ്ങിക്കളഞ്ഞുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞൊരാശയം, ഒരുവരിൽ ഇത് തുടങ്ങും, മറ്റുള്ളവർ പലരും അതിനോട് ചേർന്ന് വരാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് രാഷ്ട്രീയ മേഖലയിലും കാണുന്ന ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു കൂട്ടമായി ഒരു ദൂതൻ്റെ ഉള്ളിൽ വിചാരങ്ങൾ വന്നു, അവനെ തള്ളിയപ്പോൾ ഒരു കൂട്ടം ആളുകളായി. അങ്ങനെയുണ്ടോ? വേദപുസ്തകത്തിലുണ്ടോ? നോക്കിയേ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോട്. കേൾക്കണേ. ആ സാത്താനെ, ആ ലൂസിഫറിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പിന്നെ അവൻ്റെ ദൂതന്മാരെ കൂടെ എന്ന് പറഞ്ഞാൽ പക്ഷം പിടിക്കുന്നവരെ കൂടെ തള്ളിക്കളഞ്ഞു. അതേപോലൊരു വാക്യം കൂടെ കാണാനായിട്ട് കഴിയും. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ? പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി മതികൾ. ഇവിടെ നമ്മൾ വായിച്ച പാപം ചെയ്ത ദൂതനെന്നല്ല, ദൂതന്മാരെ ചങ്ങലയിട്ടിരിക്കുക. യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിലുണ്ട്, എടുത്ത് വായിക്കേണ്ടത്. അപ്പോൾ ദൂതനിൽ ഒരുവനിൽ പാപം വന്നു, അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിച്ചു, അവരെ മൊത്തം തള്ളിക്കളഞ്ഞു. അവർ ഭൂമിയിലേക്ക് വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി നമ്മോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ഏകദേശം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. പാപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പാപം ആരിലാണ് ആരംഭിച്ചതെന്ന് മനസ്സിലായി. ആരിലാണ് പാപം ആരംഭിച്ചത്? ലൂസിഫറിൽ, ഒരു ദൂതനിലാണ് ആരംഭിച്ചത്.
അത് അവിടെ തന്നെ അതങ്ങ് സ്പ്രെഡായി, കുറേ ദൂതന്മാരായി. ഈ ദൂതനെ അവൻ്റെ അനുയായികളെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പിന്നീട് അവരാണ് ഈ കുഴപ്പം ഉണ്ടാക്കുന്നത്. നമുക്കിനി നമ്മളോടുള്ള ബന്ധത്തിലും ചില കാര്യങ്ങൾ ചിന്തിക്കണമല്ലോ. ദൂതനെ തള്ളിക്കളയുവാൻ ഇടയായ പ്രശ്നം എന്താ? അഹങ്കാരം, അല്ലെങ്കിൽ നിഗളം. നിഗളം ഉണ്ടായതുകൊണ്ട് ദൂതനെ തള്ളിക്കളഞ്ഞു. ഈ നിഗളം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഞാൻ ഓർപ്പിച്ച പോലെ സൗന്ദര്യം ഒരു പ്രശ്നമാണ്. പല ഉദാഹരണങ്ങളിൽ എനിക്ക് പറയാനുണ്ട്, എങ്കിലും അധികം അത് വെളിപ്പെടുത്തുന്നില്ല. മോഡലായിരുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച ഒരു ദൈവദാസൻ്റെ മകൻ ആ പട കുഴപ്പത്തിലായത് കേട്ടിട്ടുണ്ട്. സൗന്ദര്യം പ്രശ്നമായി. അപ്പോൾ സൗന്ദര്യം ഒരു പ്രശ്നമാണ്. എന്നാൽ നല്ലതല്ലേ? സൗന്ദര്യം പ്രശ്നമായി വരുന്നത് എങ്ങനെയാണ്? അതിൽ നിഗളിക്കുമ്പോഴാണ്. ഞാൻ നിന്നെപ്പോലെയൊന്നും അല്ല കേട്ടോ, എന്നെ കണ്ടാക്കൊള്ളാം. അതിൽ നാം ആരും നിഗളിക്കേണ്ട. നിങ്ങളെല്ലാവരും സൗന്ദര്യമുള്ളവരാണ്. നിഗളിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഒരു തുടം ചൂടുവെള്ളം വീണാൽ എങ്ങനെ ഇരിക്കും മുഖം? ഇല്ലേ? അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്, സൗന്ദര്യം യാജവും ലാവണ്യം വ്യർത്ഥവുമാണ്. സൗന്ദര്യം കർത്താവ് നമുക്ക് തന്നു, സ്തോത്രം. അതിൽ നിഗളിക്കുവാൻ ഒന്നുമില്ല. രണ്ടാമത് അറിവ്, അഥവാ ജ്ഞാനം. ജ്ഞാനം അറിവ് അല്പം വ്യത്യാസമുണ്ട്. ജ്ഞാനം അത് നല്ലതാണ്. പക്ഷേ അതിൽ കടന്നു പോയാൽ കുഴപ്പം എന്താണെന്നറിയാമോ? തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്, അറിവ് ചീർപ്പിക്കുന്നു. ഇല്ലേ? അങ്ങനെ വാക്യമാണ്, ചീർപ്പിക്കുക. ചീർപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നത്തെ അങ്ങ് ഉയർത്തുക. ചില പറയാം, എന്നെ പഠിപ്പിക്കാനൊന്നും നീ വരണ്ട. ഇല്ലേ? അറിവ് ചീർപ്പിക്കുക. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാമാകുന്ന കുഴപ്പങ്ങളാണ്. മൂന്നാമതായി ധനം. കേരളത്തിലുള്ളവരുടെ ചിന്ത മുഴുവൻ എന്താണെന്നറിയാം? അയർലൻഡിന് പോയിരിക്കുന്ന മുഴുവൻ പൈസ ഉണ്ടാക്കാനാണ്. എന്നോട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്, മക്കൾ അയർലൻഡിൽ പോയിരിക്കില്ലേ, പണം വാരുകയായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയാണ് അവിടെയൊക്കെ. പോട്ടെ, പണം നമുക്ക് കർത്താവ് തരട്ടെ, അത് തെറ്റൊന്നുമല്ല. പക്ഷേ അതിൽ ഒരു പടി പോലും നമ്മൾ അഹങ്കരിക്കില്ല. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്കറിയാം, രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്നവരാ നിങ്ങളൊക്കെ. വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും സ്വതന്ത്രമായി പലപ്പോഴും പോകാൻ കഴിയാത്ത ഒരു പരിസ്ഥിതിയാണ്. കർത്താവ് ദാനം തരട്ടെ. എന്നാൽ ദാനം തന്ന് അതിൽ അഹങ്കരിച്ച ഒരു വ്യക്തിയെ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാൻ സമയമില്ല. എൻ്റെ ഈ വിഷയം ഒരുപാട് വൈഡാണ്, പക്ഷേ അത് വളരെ ലഘൂകരിച്ചാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു വ്യക്തി നമ്മൾ വായിക്കാനായിട്ട് കഴിയും. ഒന്ന് വായിച്ചു നോക്കാം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. മതി. നെബൂഖദ്നേസർ രാജാവ് ലോക സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് നിങ്ങളും വായിച്ചിട്ടുണ്ടാകും. അതിൻ്റെ പണികളെക്കുറിച്ചൊക്കെ. തൂക്കുവനങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതിമനോഹര ഹർമ്മ്യങ്ങളുള്ളതായ ഒരു സ്ഥാനം. അദ്ദേഹം ഒരിക്കൽ തൻ്റെ രാജധാനിയിൽ നിന്ന് പറയുകയാണ്, ഇതെൻ്റെ ധനമാഹാത്മ്യത്താൽ ഉണ്ടാക്കിയ ബാബിലോൺ. ഇതെൻ്റെ ധനമാഹാത്മ്യത്താൽ ഉണ്ടാക്കിയ ബാബിലോണാണ്. താൻ ഒന്ന് കോളറൊക്കെ പിടിച്ച് ഒന്ന് പ്രശംസിച്ചു. ഫലം എന്താ ഉണ്ടായത്?
അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഈ വാക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ കൈയുടെ നഖമെല്ലാം അങ്ങോട്ട് വളർന്നു, മൃഗത്തിൻ്റെ ഇവിടെ രോമമെല്ലാം അങ്ങോട്ട് നീണ്ടു, കാളയെപ്പോലെ പുല്ല് തിന്നുന്ന ഒരു അനുഭവത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടു പോയി. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കാതെ അത് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി വിനിയോഗിക്കപ്പെടണം. ഇന്ന് കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അനേക വീടുകൾ ക്ലോസ് ചെയ്തിരിക്കുക അല്ലേ, താമസിക്കാൻ ആളില്ല, മക്കളൊന്നും അവിടെ ഇല്ല, അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, അവർ മരിച്ചു പോയവരുണ്ട്, അല്ലെ വൃദ്ധസദനത്തിലുള്ളവരുണ്ട്. കഴിഞ്ഞ വർഷം പേപ്പറിൽ വായിക്കാനിടയായി അനേക കോടി പണം ആളില്ലാതെ കിടക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ. കർത്താവ് എന്തിനാണ് നമുക്ക് സമ്പത്ത് തരുന്നത്? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുവാൻ, വ്യാപാരം ചെയ്യാനാണ്. കർത്താവ് സഹായിക്കട്ടെ. സമ്പത്ത് വർദ്ധിച്ചാൽ അത് പാപം ചെയ്യുവാനിടയാവല്ലേ. അടുത്തതായിട്ട് നമ്മൾക്ക് തെറ്റ് പറ്റാവുന്ന മേഖലകളുണ്ട്. നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 16-ാമത്തെ വാക്യം. 26-ാം അധ്യായം 16-ാം വാക്യം. 2 ദിനവൃത്താന്തം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു. ഇത് ഉസ്സിയ രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഉസ്സിയ രാജാവിന് ഈ സ്വഭാവത്തിൽ കുഴപ്പം വന്നത് എപ്പോഴാണ്? താൻ ബലവാനായപ്പോൾ, താൻ പ്രബലനായപ്പോൾ ആ ഒരു ചിന്താഗതി വന്നു അല്ലേ. എനിക്കൊന്നിനും മുട്ടില്ല, ഒരു കുറവില്ല എന്നുള്ള ചിന്താഗതി വന്നപ്പോൾ അവൻ ദൈവത്തോട് മത്സരിക്കുന്നവനായി തീർന്നു. പുരോഹിതന്മാർക്ക് മാത്രം അവകാശമുള്ള ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു ചെല്ലാനായിട്ടിടയായി. സംഭവിച്ചതോ, നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി മഹാകഷ്ടമായി രാജധാനിയിൽ നിന്നും പോലും പുറത്താക്കപ്പെട്ടു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതായ ഒരുപാട് പാഠങ്ങളുണ്ട്. കർത്താവ് നമ്മളെ ഏത് ശുശ്രൂഷയാക്കി വെച്ചിട്ടുണ്ടോ ആ ശുശ്രൂഷ ചെയ്താൽ മതി. സഭയോടുള്ള ബന്ധത്തിലായാലും സമൂഹത്തിലായാലും. അതിൻ്റെ അപ്പുറം ചെയ്യാൻ പോയാൽ അത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഉസ്സിയാവിനോടുള്ള ബന്ധം നമുക്കിത് പഠിക്കാനായിട്ട് കഴിഞ്ഞു. അവൻ്റെ സ്ഥാനം, അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായ പ്രശ്നങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പൊങ്ങി വരാം. അതുകൊണ്ടാണ് ഞാനിത് ഓർപ്പിച്ചത്. ആ സന്ദർഭങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ വിധേയപ്പെട്ടുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്ത് ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പിന്നെ മറ്റൊരു വിഷയം, വളരെ ഗൗരവമുള്ളൊരു വിഷയമുണ്ട്. അതോടെ ഒന്ന് വായിച്ചു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ്. കർത്താവിന് സ്തോത്രം. മതി. ഇവിടെ നമ്മൾ വായിച്ചത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ എന്നെ കുത്തുവാൻ ഒരു ശൂലം തന്നിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലനാണ് പറഞ്ഞത്. ഈ ഭാഗം പഠിക്കുമ്പോൾ എനിക്ക് ഒത്തിരി പേടിയുണ്ട് കേട്ടോ. കാര്യമായ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ ഞാൻ ഇത്രയൊക്കെ വചനം ശുശ്രൂഷിക്കാണ്ട് അത് വന്നപ്പം ഞാനെന്തോ മെടുക്കണമെന്ന് തോന്നിപ്പോവാ. ശുശ്രൂഷന്മാരോടുള്ള ബന്ധത്തിൽ അധികം ഇത് വരുന്നത്. ശുശ്രൂഷകളിൽ ആധിക്യ നിമിത്തം അല്ലേ, പൗലോസ് 3 മിഷണറി യാത്രയെ നടത്തിയിട്ടുള്ളൂ. ഇന്ന് 30-ലധികം മിഷണറി യാത്ര നടത്തുന്നവർ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. നല്ലത് തന്നെ. പക്ഷേ ശുശ്രൂഷകളുടെ ആധിക്യത്താൽ പ്രയാസങ്ങൾ, നിഗളമുണ്ടാകും. ഇവിടെ വാക്കഥ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ എന്നെ കുത്തുവാൻ ശൂലം, അത് രോഗത്തോടുള്ള ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നാം ദൈവസന്നിധിയിൽ താണിരിക്കുന്നവരായി തീരണം. നിഗളം ഒരിക്കലും ഉണ്ടാകരുത്. നാം ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ ഞാൻ ഓർപ്പിച്ചു. 1, സൗന്ദര്യത്തിൽ നാം നിഗളിക്കരുത്.
രണ്ടാമത്, അറിവ് നമുക്കുണ്ടാകുമ്പോൾ നാം അതിൽ കൂടുതൽ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. 3, നമുക്ക് സ്ഥാനവും മാനവും ബലവും ലഭിക്കുമ്പോൾ തന്ന യഹോവയെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം. 4, നമുക്ക് എന്തെങ്കിലും ശുശ്രൂഷകൾ കർത്താവ് തന്നിട്ടുണ്ടോ ദൈവത്തിന് മഹത്വത്തിനായിട്ട് വിനിയോഗിക്കാനായിട്ട് ഇടയാവണം. നമ്മളെ തളർത്തിക്കളയാൻ സാധ്യത ഉണ്ടാകുന്ന ചില മേഖലകൾ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഓർപ്പിച്ച വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടല്ലോ. പാപം ആരംഭിച്ചത് പ്രധാന ദൂതന്, അത് കൂട്ടുകാരിൽ കൂടെ വ്യാപരിച്ചു, ഭൂമിയിലേക്ക് തള്ളപ്പെട്ടുപോയി. ഈ ദൂതനും കൂട്ടരും അടങ്ങിയിരിക്കുന്നില്ല. അവർ നമ്മളെ തെറ്റിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നമായിട്ട് നമ്മുടെ അടുക്കൽ വരും. അപ്പം നമ്മൾ യാഗരോഗരായിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഓർപ്പിച്ചത്. കർത്താവ് സഹായിക്കട്ടെ. ദൂതനിൽ വന്ന പാപത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇനി അടുത്ത നമുക്ക് പോയിന്റായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് പാപം മനുഷ്യവർഗത്തിൽ. ദൂതനിലാണ് ആദ്യം പാപം വന്നത്, വീണ്ടും പാപം മനുഷ്യവർഗത്തിൽ. എങ്ങനെയാ മനുഷ്യവർഗത്തിൽ പാപം വന്നത്? ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരുപാട് കാര്യമുണ്ട്. അതിൽ പ്രധാനമായിട്ട് 5 വിഷയങ്ങൾ കാണാൻ കഴിയും. അതിൽ ഒന്ന്, സാത്താന്യ പ്രലോഭനത്തിലാണ് മനുഷ്യനിൽ പാപം പ്രവേശിച്ചത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. പിന്നീട് 2-3 പ്രാവശ്യം അത് വായിക്കേണ്ടി വരും. അത് നമുക്ക് വായന ഒഴിവാക്കാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെ. ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്ന് ഭർത്താവിനെ കൊടുത്തു, അവനും തിന്നു. ഇപ്പോൾ നമ്മള് പ്രലോഭനത്തെ കുറിച്ച് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഭൂമിയിലേക്ക് വീണ സാത്താൻ അവന്റെ കൂട്ടരും അടങ്ങിയിരിക്കുന്നില്ല. അവർ മനുഷ്യനെ തെറ്റിക്കാനായിട്ട് വന്നു. ദൈവം കൊടുത്ത പ്രമാണങ്ങൾ അല്പം വ്യതിചലിച്ച ഔവ്വ അമ്മച്ചി ആദാമിന്റെ അടുക്കൽ നിന്ന് ശകലം മാറി വന്ന് പറയുന്ന ചില വാക്കുകളാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ പിശാച് വന്ന് പിശാചിൻ്റെ ആ രൂപത്തിൽ വന്നിരുന്നെങ്കിൽ അവർ വല്ലതും സാധിക്കുമോ? സാധിക്കത്തൊന്നുമില്ല. വന്ന ഒരു പാമ്പിൻ്റെ രൂപത്തിലാണ് എന്ന് തോന്നിപ്പോകും. അവിടെ പറഞ്ഞിരിക്കുന്ന പാമ്പെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പാമ്പല്ല കേട്ടോ, പിശാചാണ്. എന്നാൽ പാമ്പിൽ അല്ലേ വന്നിരിക്കുന്നത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ അവിടെ വന്ന് ഈ ഔവയെ തെറ്റിച്ചത് പാമ്പാണ്, പിശാച്? അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്തിനാ പാമ്പുകളെയെല്ലാം ശപിച്ചത്? സർവജ്ഞാനിയായിരിക്കുന്ന ദൈവത്തിന് അറിയത്തില്ലേ ഇത് പിശാചാണ്, പാമ്പിൻ്റെ വേഷം കെട്ടി വന്നതാണ്? അറിയാമല്ലോ. അങ്ങനെയാണ് ഈ പാമ്പുകളെയല്ലേ എന്തിനാ ശപിച്ചത്? നീ പൊടി തിന്നും, ഒരു കൊണ്ട് ഗമിക്കും, ഇങ്ങനെ നിന്നെ തല്ലിക്കൊല്ലും, എന്തിനാ ശപിച്ചത്? ദൈവത്തിനറിയാം. പക്ഷെ ഇവിടെ സംഭവിച്ചത് പാമ്പ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്തിനാ? പിശാചിന് തന്നിൽ കൂടെ പ്രവർത്തിക്കാനായിട്ട്.
അങ്ങനെ പിശാച് പാമ്പിൽ കൂടെ പ്രവർത്തിച്ചു, അത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പാമ്പിനെ ദൈവം ശപിക്കാനായിട്ട് ഇടയായത്. ഇതിനെയൊക്കെ തെളിയിക്കാൻ ഒരുപാട് വാക്യങ്ങളുണ്ട് അല്ലേ? സാത്താന് പ്രവർത്തിക്കണമെങ്കിൽ മാധ്യമങ്ങൾ വേണം. പത്രോസിൽ ഒരിക്കൽ കയറിയില്ലേ അച്ഛാ? കയറി. കർത്താവിനെ പറഞ്ഞു, ഓ സാത്താനെന്ന് പറഞ്ഞു ഇല്ലേ? പലപ്പോഴും നമ്മളിലും അല്ലേ കയറാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കർത്താവിൽ ആശ്രയിച്ചതിനെ ജയിക്കാറുണ്ട്. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഇവിടെ പ്രലോഭനത്തിൽ കൂടെ മനുഷ്യനെ വീഴിക്കാനായിട്ട് ശ്രമിക്കുക. അത് വിശദീകരിക്കാനായിട്ട് പോകാൻ പറ്റില്ല, ഇനി കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങൾ ഇവിടെ കണ്ടത് കാണുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങൾ ഒന്ന് ദ്രവ്യാഗ്രഹമാണ് ഇല്ലേ? അതുകൊണ്ടല്ലേ ലോട്ടറിക്കാരെല്ലാം ഇത്രയും വളരുന്നത് അല്ലേ? ലോട്ടറിക്കാരെല്ലാം ഇത്രയും വളരുന്ന കാര്യം അതാ. ഈ മനുഷ്യൻ മുഴുവൻ ദ്രവ്യാഗ്രഹങ്ങളാണെന്നറിയാം അവർക്ക്. ദ്രവ്യാഗ്രഹം ഒരു പ്രലോഭനമായിട്ട് കൊണ്ടുവരും, എന്തും അതിന് നേടാനായിട്ട് ചെയ്യാനായിട്ട്. വിശ്വാസികൾ പോലും ഉൾപ്പെട്ട പല കമ്പനികളും പൊട്ടിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പല കാര്യങ്ങളും. അതുകൊണ്ട് തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 6 അധ്യായം 10 വാക്യം ഒന്ന് നോക്കുമോ? തിമോത്തിയോസ് 1 തിമോത്തിയോസ് 6 അധ്യായം 10 വാക്യം. ദ്രവ്യാഗ്രഹമാകുന്ന പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ അങ്കുരിച്ചാൽ അപ്പോഴേ നമ്മുടെ മനസ്സിൽ ഈ വാക്യം വന്നോണം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് കാംക്ഷിച്ചിട്ട് അധീനരായിത്തീരും. നമ്മളുടെ ജീവിതത്തിൽ ദ്രവ്യാഗ്രഹം സാത്താൻ ഉയർത്തിക്കൊണ്ട് ഓ ഈ ബ്രദറുകാരുടെ കൂടെ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, 10 രൂപ കൈക്കൂലിയും മേടിക്കാൻ പറ്റുകയില്ല, ഒന്ന് ചൂണ്ടിയെടുക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം അല്ലേ? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഈ ആഗ്രഹം തോന്നിയാൽ ഈ വാക്യം വന്ന് അതിനെ ജയിക്കാനായിട്ട് നമുക്ക് ഇടയാവണം. ഈ വാക്യം നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ട് കൊള്ളുക, അത്രേ പറയാൻ പറ്റുള്ളൂ. അടുത്തത് 2 തിമോത്തിയോസ് തന്നെ 2:22 വാക്യം. ഇവിടെ കൂടിയിരിക്കുന്നത് അധികവും യൗവനക്കാരാണ് അല്ലേ? ആ വാക്യം ഒന്ന് വായിച്ചു. 2:22. ഇത്രയും നമുക്കെടുക്കാം. യൗവന മോഹങ്ങളെ എന്ത് ചെയ്യണം? വിട്ടോടണം. എന്താന്ന് ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? യൗവനകാലത്ത് നമ്മുടെ മർത്യ ശരീരത്തിലുണ്ടാകാവുന്ന മോഹങ്ങളെ നമ്മൾ വിട്ട് ഓടണം. പിന്നീട് ഇത് വിശദീകരിക്കേണ്ട സമയം കിട്ടിയാൽ ഞാൻ അന്നേരം ചെയ്യാം. അപ്പോൾ ഈ വിഷയം സാത്താൻ പ്രലോഭനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഈ ജീവിതം ഈ യൗവനകാലത്ത് ആസ്വദിച്ചില്ലേ പിന്നെ എന്താ? എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അല്പം കുടിക്കാതെയും ഇച്ചിരി വലിക്കാതെ ഇരിക്കുന്ന മനുഷ്യനാണെന്ന് അല്ലേ? യൗവന മോഹങ്ങളെ വിട്ടോടണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രലോഭനം കൊണ്ടുവരും. രണ്ടാമതായി നമ്മളെ സാത്താൻ വീഴിക്കുന്ന മറ്റൊരു മേഖല 2 കൊരിന്ത്യർ 11 അധ്യായം 3 വാക്യമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11 അധ്യായം 3 വാക്യമാണ്. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ പറഞ്ഞ സർപ്പം ഉപായത്താൽ ഹൗവയെ ചതിച്ചതുപോലെ
കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്കിയേ, ഈ സാത്താൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ അടുക്ക വരും, എന്നിട്ട് ഉപായത്താൽ നമ്മളെയും ചതിക്കാനായിട്ട് ശ്രമിക്കും. സാത്താൻ അവയോട് ചെന്ന് കുറെ ഉപായം പറഞ്ഞ് നമ്മൾ വായിച്ചു. ദൈവം പറഞ്ഞു നീ മരിക്കില്ല, സാധാരണ പറഞ്ഞു നീ മരിക്കും, അല്ല അല്ല ദൈവം പറഞ്ഞു നീ മരിക്കുമെന്ന് പറഞ്ഞു. സാധാരണ പറഞ്ഞേ നീ മരിക്കത്തില്ല, നീ ദൈവത്തെ പോലെ ആകുമെന്നാണ് തട്ടി അല്ലേ. ഈ ഒരു ഉപായം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് അല്ലേ, അദ്ദേഹം പഠിച്ച സ്കൂളിൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് AEO, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ പഠിച്ച കാര്യം, കുറച്ച് വാക്കുകൾ ഇട്ടു, പറഞ്ഞു എന്താ അതിന് ഡിക്റ്റേഷനോ എന്തോ പറഞ്ഞു, കേട്ട് എഴുതുക. എഴുതിയപ്പോൾ ഒരു വാക്ക് പുള്ളിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. അധ്യാപകൻ്റെ ആഗ്രഹം എന്താ, എൻ്റെ 25 പിള്ളേരുടെ 25 പേര് AEO സാറിന് മുമ്പിൽ നല്ല മിടുക്കരായിരിക്കണം. കെറ്റിൽ എന്നുള്ള ഒരു വാക്ക് ഈ പുള്ളിക്ക് ഇതിൻ്റെ അക്ഷരം അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഉടനെ അവിടെ നിന്നുകൊണ്ട് AEO സാറിൻ്റെ പുറകെ നിന്നുകൊണ്ട് സാറ് നോക്കി എഴുതിക്കോടാ. അദ്ദേഹം മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തു, ഞാൻ എഴുതത്തില്ല, നോക്കി എഴുതത്തില്ല. എഴുതിയത് മാത്രം കാണിച്ചു. അദ്ദേഹത്തെ പ്രശംസിക്കുവാനായിട്ട് AEO സാറ് പ്രശംസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വഴക്ക് പറയുകയല്ല, അയാളും നിര ബുദ്ധിയില്ലാത്തവനാണല്ലോ, ഈ ക്രിയകളൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചില്ലേ. ഉപായം കൊണ്ടുപോലും വീഴാതിരുന്ന മഹാത്മാഗാന്ധി നമുക്കൊരു മാതൃകയല്ലേ ആ കാര്യത്തിൽ. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ പല കെണിയൊരുക്കി വരും മക്കളെ. അടുത്തിരിക്കുന്ന പേപ്പർ ഒന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ആൻസർ കറക്റ്റ് ചെയ്യാം. ഉപായത്തിൽ നീ ഒന്ന് നോക്കിയോടെ, ആരും കാണുന്നില്ലടാ, ടീച്ചറും കാണുന്നില്ലടാ അല്ലേ, ഉപായത്തിൽ വരാം. അതുപോലെ ജോലി മേഖലകളിലും ഇതൊക്കെ സംഭവിക്കാം. എന്നാൽ ചതിവിൽ പെട്ടുപോകാതിരിക്കാൻ, ഉപായത്തിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആത്മീക പാഠം ഇതിനേക്കാൾ വിപുലമായിട്ട് ഇതിന് പിന്നിലുണ്ട്, എനിക്ക് അറിയാം. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, നമ്മൾ വായിച്ച വേദഭാഗത്തിൽ തന്നെ ഉണ്ട്, ദൈവത്തിന് എതിരായ അപവാദത്തിന് ശ്രദ്ധ കൊടുക്കുന്നതിൽ നമ്മൾ വീണുപോകും. സാത്താൻ കൊണ്ടുവന്ന എന്താ, ദൈവത്തിനെതിരായിട്ടുള്ള അപവാദമാണ്. നിങ്ങൾ മരിക്കത്തൊന്നും ഇല്ലെന്നേ, ചുമ്മാത പറഞ്ഞതാന്നേ. ആ ദൈവത്തിനറിയാം നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന്. അപവാദം കൊണ്ടുവരികയാണ്. ഇതിൽ മനുഷ്യനായിരിക്കുന്ന ഞാനും നിങ്ങൾ വീണു പോകാൻ സാധ്യതയുണ്ട്. ഏദൻ പർദീസയിൽ അവയെ തെറ്റിക്കാനായിട്ട് അപവാദം പറഞ്ഞുവെങ്കിൽ, നമ്മളെക്കുറിച്ച് തെറ്റിക്കാനായിട്ട് സാത്താൻ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. നമ്മെക്കുറിച്ച് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ പുള്ളി എന്താ ചെയ്യുന്നത്? അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപവാദി എന്നാ പറഞ്ഞില്ലേ. ഒരിക്കൽ ഒരു ദൈവദാസൻ ദൈവസന്നിധി ചെന്നു, പേര് യോശുവ. പുള്ളിയുടെ ജീവിതം മുഴുവൻ സാത്താൻ തിരിച്ചും മറിച്ചുമൊക്കെ പരിശോധിച്ച് നോക്കി, ഒന്നും പറയാനില്ല. എന്നിട്ടിങ്ങനെ സൂക്ഷിച്ച് നോക്കി വെച്ച് പറയുകയാണ്, ദൈവമേ നീ നോക്കിയില്ലേ, അവൻ്റെ വസ്ത്രമെല്ലാം മുഷിഞ്ഞതാണ്, വേറെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അല്ലേ. ഇങ്ങനെ അപവാദം പറയുന്ന ഒരു സാത്താൻ നമ്മുടെ ചുറ്റിലും നമ്മളെ നോക്കി 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 നടക്കുന്നുണ്ട്. ആകയാൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ അപവാദിയായിരിക്കുന്ന സാത്താൻ്റെ കെണിയിൽപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പിന്നെ നാലാമതായി അവിടെ ചിന്തിക്കാൻ കഴിയുന്നത്, ദൈവവചനത്തെക്കുറിച്ചുള്ള സംശയം സാത്താൻ കൊണ്ടുവരും. ഇന്ന് ധാരാളമുണ്ട് ഇല്ലേ, ദൈവവചനത്തെക്കുറിച്ചുള്ള സംശയം. ഏതും പർദീസയിൽ ഇതാ ചെയ്തത്, തിന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടോ? തുടരുന്നു പോലും പറഞ്ഞിട്ടുണ്ട്. സംശയം ജനിപ്പിക്കുക. ഇന്നത്തെ ആത്മീക ഗോളത്തിലും ഇത് ധാരാളമുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ കർത്താവിനെ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, നീ ചർച്ചിലേക്ക് വന്നാൽ നിനക്ക് അത് കിട്ടും ഇത് കിട്ടും, ഭയങ്കര അനുഗ്രഹങ്ങളൊക്കെയും കിട്ടും, രോഗം മാറും, പ്രശ്നങ്ങളെല്ലാം മാറും,
ഒരുപാട് വേദപുസ്തകത്തെക്കുറിച്ച് സംശയിക്കുന്നുണ്ട്. വേർപെട്ട ഗ്രൂപ്പുകളിലുമുണ്ട്. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, നിക്കോലോവിയർന്നൊക്കെ വായിക്കുന്നുണ്ട്. പല ദുരുപദേശ ഗ്രൂപ്പുകളും വേദപുസ്തകത്തിലെ ഭാഗങ്ങളെ, സത്യവചനത്തെ അവിശ്വസിക്കുമാറ് സംശയം ജനിപ്പിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സന്ദർഭവശാൽ പറയാതിരിക്കുന്ന വൃത്തിയില്ല. 1901 പെന്തക്കോസ്തിന്റെ സ്റ്റാർട്ട് അല്ലേ? പർഹാം ബൈബിൾ സ്കൂളിൽ ഉണ്ടായിരുന്ന ആഗ്നസ് എന്ന് പറയുന്ന സഹോദരി മുഖാന്തരമാണ് ഉണ്ടായത്. ഇന്ന് നമ്മളെക്കാൾ കൂടുതൽ എണ്ണത്തിലും വണ്ണത്തിലും അവർ പെരുകിയിരിക്കുകയാണ്. എന്നാൽ അവിടെയും ക്രിസ്തീയ അടിസ്ഥാനം ശരിയാണ്. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ഇതൊക്കെയുള്ളത്. അവിടെ സംശയം ജനിപ്പിച്ചു. ഇന്ന് ആർക്കും സംശയം തോന്നും. പക്ഷേ വേദപുസ്തകം പഠിക്കുമ്പോൾ സഭയുടെ പണിയോ അതിൻ്റെ ഔന്നത്യ സ്ഥാനത്തോ ഒരു സ്ത്രീയെ ദൈവം ആക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് വന്നു അങ്ങനെയാണ്. അതുപോലെ സാബത് എലൻ ജി വൈറ്റ് അവർ മുഖാന്തരമാണ് കൊണ്ടുവന്നത്. ദൈവം ആക്കിയിട്ടില്ല. ഇന്ന് സ്ത്രീ സമത്വം എന്ന പേരിൽ ദൈവം വെച്ചിരിക്കുന്ന അതിർത്തി ലംഘിച്ച് പട്ടക്കാരെയും ശുശ്രൂഷകന്മാരെയും, എന്തിനേറെ പറയുന്നു, കർത്തൃമേശ എടുത്തു കൊടുക്കാൻ വേറെപ്പെട്ട ഗ്രൂപ്പുകളിൽ സഹോദരിമാരെ പോലും അതിനാക്കി വെച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ന് സ്ഥലസഭകളിൽ നിന്ന് വരെ കയറിയിട്ടില്ല. കർത്താവിന് സ്തോത്രം. ദൈവവചനത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നത് സാത്താൻ്റെ ഒരു തന്ത്രമായിട്ട് ഇരിക്കുകയാണ്. 5-ാമതായി, മനുഷ്യവർഗത്തിൽ പാപം കടന്നത് ഒന്ന് വായിക്കാം നമുക്ക്. റോമാലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. റോമർ 5:19. ഏകമനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇവിടെ ഏകന്റെ അനുസരണക്കേടിനാൽ മനുഷ്യൻ പാപികളായി തീർന്നു. ഒറ്റ മനുഷ്യനെ ആദ്യം അനുസരണക്കേട് കാണിച്ചുള്ളൂ. അതുകൊണ്ട് തലമുറകൾ മുഴുവൻ പാപികളായി തീർന്നു. അപ്പം 5 കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. 1, സാത്താന്യ പ്രലോഭനത്തിൽ കൂടെ മനുഷ്യനിൽ പാപം കടന്നു. 2, സാത്താന്റെ ഉപായത്തിൽ കൂടെ പാപം മനുഷ്യനിൽ കടന്നു. 3, ദൈവത്തിന് എതിരായ അപവാദത്തിന് മനുഷ്യൻ ശ്രദ്ധ കൊടുത്തതിനാൽ പാപം അവനിലേക്ക് പ്രവേശിക്കാനിടയായി. 4, ദൈവവചനത്തെക്കുറിച്ചുള്ള സംശയം നമ്മിൽ ജനിപ്പിച്ച്, അഥവാ മനുഷ്യനിൽ ജനിപ്പിച്ച് സാത്താൻ വിജയിക്കുകയും മനുഷ്യനിൽ പാപം കടക്കുവാനിടയായി. 5, മനുഷ്യൻ്റെ അനുസരണക്കേടിലൂടെ പാപം മനുഷ്യനിൽ പ്രവേശിക്കാനിടയായി. ഇപ്പോൾ വളരെ വ്യക്തമായുള്ള 2 കാര്യങ്ങൾ. 1, ദൂതനിൽ പാപം ഉളവായ കാര്യം നമ്മൾ ചിന്തിച്ചു. ആ ദൂതസംഘം മുഖാന്തരം മനുഷ്യനിലേക്ക് പാപം കടന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഇനി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഏദനിലെ പാപം? പഴം പറിച്ച് തിന്നെന്ന് പറയും, മുമ്പേ പറഞ്ഞ 5 കാര്യങ്ങളും പറയും, ഇതെല്ലാം ശരിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഏദനിലെ പാപം? അനുസരണക്കേട്. ഞാൻ പറഞ്ഞത് ശരിയാണ്, എന്നാൽ ഫസ്റ്റ് പാപം അതല്ല. എന്തോ മോഹം, അതുമല്ല. കള്ളം പറഞ്ഞതുമല്ല. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവത്തെ അവിശ്വസിച്ചു എന്നുള്ളത്. ദൈവത്തെ അവിശ്വസിച്ചത് കൊണ്ടാണ് ഇതൊക്കെ പറയാനിടയായത്, അല്ലേ? ദൈവത്തെ അവിശ്വസിച്ചു. സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു, അല്ലേ? ദൈവം പറഞ്ഞത് തള്ളിക്കളഞ്ഞു. പാപം മനുഷ്യനിൽ പ്രവേശിച്ചു. പാപപ്രകൃതി ഉള്ളവനായി തീർന്നു. ഏദനിലെ ഫസ്റ്റ് പാപം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചു, സാത്താനെ വിശ്വസിച്ചു.
അതുകൊണ്ട് പിന്നീട് ഞാനങ്ങ് മറന്നുപോയല്ലോ എന്ന് വെച്ച് പറയാം, ദൈവം മനുഷ്യന് മോക്ഷത്തിലേക്കുള്ള വഴി തുറന്നതിൻ്റെ വ്യവസ്ഥ എന്താ? അവിശ്വസിച്ച മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് വന്നാൽ അവന് വീണ്ടും അനുഗ്രഹത്തിൻ്റെ പന്താവിലേക്ക് പോകാം. അതാണ് വിശ്വാസത്താൽ മാത്രമേ ദൈവവൈതലായി തീരാനായിട്ട് ഇടയാകൂ. ഏദൻ തോട്ടത്തിലെ പാപം അവിശ്വാസമാണ്. അവിശ്വാസത്തിൻ്റെ റിസൾട്ടാണ് മുമ്പേ വന്ന അനുസരണക്കേടും കള്ളം പറച്ചിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി പാപത്തിൻ്റെ യാഥാർത്ഥ്യത, പാപം എന്ന് പറഞ്ഞാൽ ശരിയാണോ? യാഥാർത്ഥ്യത അത് വെളിപ്പെടുന്ന ചില സാഹചര്യങ്ങൾ കൂടെ നോടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് ഞാൻ ആശിക്കുന്നു. ഏത് കാര്യത്തിനും സാക്ഷി വേണമല്ലേ? തൂക്കി കൊല്ലണേലും സാക്ഷി വേണം, ഒന്ന് പോരാ, വല്ലു വേണം. വേദപുസ്തകത്തിലും 2 സാക്ഷികൾ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. നമുക്കൊന്ന് നോക്കാം. പാപത്തിൻ്റെ യാഥാർത്ഥ്യത അങ്ങനെ തന്നെയോ? പ്രകൃതിയുടെ സാക്ഷ്യം. പ്രകൃതി വല്ലതും സാക്ഷി പറയുന്നുണ്ടോ? എടുത്ത് വായിക്കണമെന്നില്ല, സമയക്കുറവുകൊണ്ടാണ്. നോട്ട് ചെയ്തോളൂ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിക്ക് നമ്മളോട് വിളിച്ചു പറയാൻ ഒരു ദൗത്യമുണ്ട്. മനുഷ്യ, നീ പാപം ചെയ്തതുകൊണ്ട് ഞാൻ ശാപഗ്രസ്തനായി തീർന്നു. എന്താ തെളിവ്? എന്നിലില്ലാഞ്ഞ ഒരു കാര്യം ഇപ്പൊ വന്നിരിക്കുക. എന്താ? മുള്ളും പറക്കാരി അല്ലേ? അതില്ലായിരുന്നു, അതിപ്പോ വന്നു. നമ്മളെ ഓരോരുത്തരും നോക്കിക്കൊണ്ട് പറയണം, മനുഷ്യ മനുഷ്യ, നിന്റെ നിമിത്തം ഞാൻ ശപിക്കപ്പെട്ടു. ഭൂമിയുടെ സാക്ഷ്യം. രണ്ടാമത്, മൃഗങ്ങളുടെ സാക്ഷ്യമുണ്ട്. മൃഗങ്ങൾ തമ്മിൽ ശത്രുത ഉളവായി. നേരത്തെ ഒരൊറ്റ സിംഹം പോലും ഒരാടിനെയും തല്ലിക്കൊല്ലുകയല്ലായിരുന്നു, കൊന്നു തിന്നുകയല്ലായിരുന്നു. ഒരു കുറുക്കം പോലും ഒരു കോഴിയും പിടിക്കത്തില്ലായിരുന്നു. അവർ തമ്മിൽ ഒരു ശത്രുതയില്ലായിരുന്നു. അപ്പോൾ ചോദിക്കും, പിന്നെ എങ്ങനെ അവരുടെ ആഹാരം? ദൈവം മൃഗങ്ങൾക്ക് കൊടുത്ത ആഹാരം എന്താ? എന്തോ അച്ഛനറിയാം? എന്തോ? പച്ചപ്പുല്ലും സസ്യങ്ങളുമാണ് കൊടുത്തിരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൃഗങ്ങൾക്ക് ദൈവം ആഹാരമായി കൊടുത്തത് ഉൽപ്പത്തി 1:30 വായിക്കുന്ന പച്ച സസ്യമൊക്കെയും അവന് ആഹാരം കൊടുത്തു. അപ്പോൾ സിംഹത്തിന്റെ തീറ്റ എന്താ? പുല്ല്. കുറുക്കന്റെ തീറ്റ എന്താ? കോഴിയാണോ? പുല്ല്. അതാ കൊടുത്തത്. മൃഗങ്ങൾ തമ്മിൽ മനുഷ്യന്റെ പാപനിമിത്തം ശത്രുതയുണ്ടായി. എന്നാൽ ഈ പാപത്തിന് പരിഹാരം വന്ന് ഇനി പുതുവാന ഭൂമിയിൽ അഥവാ 1000 ആണ്ട് വാഴ്ചയിലും ഈ സ്വഭാവത്തിനൊക്കെ അങ്ങ് മാറ്റം വരാൻ പോവുക. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യെശയ്യാപ്രവചനം 65-ാം അധ്യായത്തിലൊക്കെ എന്താ? സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും അല്ലേ? മൃഗങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടായി. മൂന്നാമത്, മൃഗങ്ങളെ മനുഷ്യൻ ഭയപ്പെട്ടു തുടങ്ങി. നേരത്തെ ഒറ്റ മൃഗത്തെയും പേടിയില്ല, ആനയെയോ പോലും പേടിയില്ല, പുലിയെയും പേടിയില്ല, കടുവയെയും പേടിയില്ല. ആ മനുഷ്യൻ ഇപ്പൊ ഇതിന്റെ പേര് കേട്ടാ മതി. ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയുണ്ട്. ഈ കാസർഗോഡ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് ആന വന്നു. ഇപ്പൊ പറയുന്നുണ്ട് പാണത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുലി ഇറങ്ങിയത്. വയനാട്ടിൽ നിന്ന് എത്ര എണ്ണത്തിന് പിടിച്ചെന്നറിയാവോ? ഒരു മനുഷ്യനും ഉറക്കമില്ലെന്ന് അതിൻ്റെ അടുത്തുള്ളവർക്ക് പേടിയാണ്. ഇതെവിടുന്നാണ് വന്നത്? മനുഷ്യന്റെ പാപനിമിത്തം. ഇത് എസ്കൽ പ്രവൃത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാപനിമിത്തം മനുഷ്യന് മൃഗത്തെ ഭയമുണ്ടായി. നാലാമതായിട്ട് വായിക്കുന്നത് മറ്റൊരു സാക്ഷ്യമുണ്ട്. പ്രകൃതി സാക്ഷ്യത്തിൽ കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിച്ചു. ഏറ്റവും വർദ്ധിച്ചു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗർഭധാരണം. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി
പെരുകി ഭൂമിയിൽ നിറവി. അത് പാപമല്ല കേട്ടോ. എന്നാൽ പാപത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയത് എന്താ? സ്പീഡപ്പാ. അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യം ഏതെന്നറിയോ? ഇപ്പോൾ ഇന്ത്യ അല്ലേ? ചൈനയായിരുന്നു അതിനെ കടത്തിവിട്ടി അല്ലേ? ഇപ്പൊ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പോട്ടെ, അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. അവിടെ വായിച്ച മറ്റൊരു ഭാഗമുണ്ട്. ഏത് സ്ത്രീയും അയ്യം വിളിക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലേ? അയ്യം വിളിക്കുന്ന ഒരു സന്ദർഭമാണ്. നിങ്ങളെ ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാം ഈ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട്. ഞാൻ വായിച്ചു പഠിച്ചിരിക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ആ സമയം 20 അസ്ഥികൾ ഒന്നിച്ച് പൊട്ടുന്ന വേദനയാണെന്ന്. കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിച്ചു പാപം നിമിത്തം. അടുത്തൊരു ഭാഗം കൂടെ ചിന്തിച്ചാൽ പ്രകൃതി സാക്ഷ്യത്തിൽപ്പെട്ട കാര്യങ്ങളാണിത്. മഴയും മഞ്ഞുകട്ടയും പാപത്തിൻ്റെ ഫലമാണ്. പിടികിട്ടിയോ? മുമ്പേ മഴയില്ലായിരുന്നു അല്ലേ? എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, മുമ്പേ കണ്ടിട്ടില്ലാത്തവയെക്കുറിച്ച് നോഹയ്ക്ക് അരുളപ്പാടുണ്ടായി. നോഹയുടെ കാലം വരെ മഴയേ ഇല്ല, മഞ്ഞ് പൊക്കി ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നു. എന്നാൽ നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായി, മൊത്തം മൂടിക്കളഞ്ഞു. അന്നാണ് മഴ ആരംഭിക്കാൻ കാരണം നമുക്കറിയാം. 6-ാം അധ്യായത്തിൽ പറയുന്ന മനുഷ്യൻ്റെ വഷളത്വ നിമിത്തം അല്ലേ എല്ലാവരെയും മുക്കിക്കളയണതിന് വേണ്ടി മഴ 40 രാവും 40 പകലും പെയ്തു. പിന്നെങ്ങനെ മഞ്ഞുകെട്ട പാപത്തിൻ്റെ ആവുന്നേ, അടയാളമാകുന്നേ? എങ്ങനെയാകും? മഞ്ഞുകെട്ട പാപത്തിൻ്റെ അടയാളമാണോ? അതെ. ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ്. ആ ജലപ്രളയത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ചത്, ആ ഭൂമിയുടെ ഉറവുകളൊക്കെയും ആഴിയുടെ ഉറവുകളൊക്കെയും തുറന്നു. വെള്ളം മേളിലോട്ട് ഇങ്ങനെ കുതിച്ചു പൊങ്ങുകയാണ്. മുകളിലോ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു. ആകാശത്ത് വെള്ളം ഇങ്ങോട്ട് വർഷിക്കുക. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് 1 മണി വരെ എടുക്കാവല്ലേ? അല്ലെ ഇപ്പം നിർത്തൂ. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു. ആകാശത്തിന് കിളിവാതിൽ തുറന്ന് അതിന് മേളിലുള്ള വെള്ളം എന്നാവുന്നത് സംശയമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്ക്. അവൻ വെള്ളത്തിനും മധ്യ ഒരു വിധാനം ഉണ്ടാക്കി. മേലുള്ള വെള്ളം, കീഴുള്ള വെള്ളം. ആ മേളത്തെ വെള്ളം ഇങ്ങോട്ട് വന്ന് നോഹയുടെ ജലപ്രളയത്തിൽ ഒരു ഭാഗം, കീഴുള്ള വെള്ളം ഇങ്ങോട്ട് വന്നു. രണ്ടും കൂടി ജലപ്രളയം ഉണ്ടായി. ജലപ്രളയത്തിൻ്റെ അവസാനം വന്നപ്പോൾ അതാ 1 വർഷവും 10 ദിവസവും കഴിഞ്ഞപ്പോൾ ഭൂമി ഉണങ്ങി നിലമായി. നോക്കിയപ്പോൾ വെള്ളം കാണുന്നില്ല, കര ഉണങ്ങിയ നിലമായിട്ട് കണ്ടു. അപ്പോൾ ആഴിയുടെ ഉറവുകൾ തുറന്ന വെള്ളം ഭൂമിയിലേക്ക് തന്നെ പോയി. ഭൂമിയിൽ നിന്നല്ലേ വന്നേ? മേളിൽ നിന്ന് വെള്ളം എങ്ങോട്ട് പോയി? ആകാശത്തിലേക്ക് പോയില്ലല്ലോ. അവിടെ ഒരു വിധാനമില്ല, അങ്ങോട്ട് പോയില്ലല്ലോ. എന്തോ ചെയ്തു? അതാണ് ഹിമാലയ പർവ്വതത്തിലും ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലും കാണുന്ന ഐസ് കട്ടകൾ മുഴുവൻ. ഇതിനെ ദൈവം ഐസ് കട്ടകളാക്കി, കല്ലുകളാക്കി അവിടെ ഇവിടെ മുഴുവൻ അടുക്കി വെച്ചിരിക്കുകയാണ്. പ്രകൃതിയുടെ സാക്ഷ്യം അതാണ്. ഇപ്പം സയൻസിന് വലിയ പേടിയുണ്ട്. അന്തരീക്ഷമൊക്കെ മാറുന്നു, ഊഷ്മാവ് ഉയരുന്നു. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ഉരി ഇങ്ങോട്ട് വന്നാൽ കുഴപ്പമാകുമല്ലോ അല്ലേ? പ്രകൃതിയുടെ സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. കർത്താവ് നമ്മെ ഇത്രത്തോളം പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അടുത്തതായി മനുഷ്യൻ്റെ മനസ്സാക്ഷി. ഇത് ചിലർ പറയാറുണ്ട്, നിനക്ക് മനസ്സാക്ഷി ഉണ്ടോ എന്നൊക്കെ അല്ലേ? റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, യാദികൾ തങ്ങളുടെ മനസ്സാക്ഷി പ്രകാരം ജീവിക്കുന്നു. അതാണ് ചിലർ പറയല്ലേ, ബ്രദറുകാരേക്കാൾ നല്ല ആളുകൾ ചുറ്റുപാടുമുണ്ടെന്ന് ഇല്ലേ? ശരിയാണ്. അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് നീതിയായി ജീവിക്കുന്നവരുണ്ട്. അതിന് മറ്റൊരു തെളിവൂടെ കൊടുത്താൽ, ഇസ്കറിയത്തെ യൂദായെക്കുറിച്ച് വായിക്കുന്നെങ്കിലാണ് മത്തായി 27-4-ാം അധ്യായത്തിൽ, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ പാപം ചെയ്തിരിക്കുന്നു അല്ലേ? അവൻ്റെ നല്ല മനസ്സാക്ഷി വന്ന അന്നേരം
അല്ലേ? അന്നേരം വന്നു നല്ല മനസ്സാക്ഷി. പിന്നീട് ദാവീദിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് കഴിയും. മനസ്സാക്ഷി സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ് ആ വിഷയം. ദാവീദിനോടുള്ള ബന്ധത്തിൽ അദുല്ലാ ഗുഹയിൽ ശൗലിനെ പേടിച്ച് പതുങ്ങിയിരിക്കുക അദ്ദേഹം ഒരു 400 പേരും കൂടെ. അന്നേരം കൊണ്ട് ഒരു പ്രത്യേക കാര്യം സാധിക്കാനായിട്ട് ശൗൽ രാജാവ് പയ്യെ അവിടെ വന്നു. സാധിച്ചുകൊണ്ടിരുന്നപ്പോ ദാവീദ് പയ്യെ ചെന്ന് അങ്കിയുടെ അഗ്രം മുറിച്ചെടുത്തു. വായിക്കുന്ന എന്താണെന്നറിയാമോ? രാജാവിന്റെ അങ്കിയുടെ അഗ്രം മുറിച്ചെടുത്തത് നിമിത്തം അവന്റെ മനസാക്ഷി കുത്തിത്തുടങ്ങി. മനസാക്ഷിയുടെ സാക്ഷ്യം, അല്ലെ? പ്രകൃതിയുടെ സാക്ഷ്യം നമ്മൾ ചിന്തിച്ചു, മനസാക്ഷിയുടെ സാക്ഷ്യം നമ്മൾ ചിന്തിച്ചു. മനുഷ്യൻ പാപിയാണെന്നുള്ളത്. മറ്റൊന്ന്, ന്യായപ്രമാണത്തിനും സാക്ഷ്യം പറയുവാനുണ്ട്, അല്ലേ? അതെടുത്ത് വായിക്കേണ്ട റോമാലേഖനം 3-20 വാക്യത്തിൽ വായിക്കുന്നു. 3:20 പാപത്തെ പാപമെന്ന് മനസ്സിലാക്കി തന്നത് ന്യായപ്രമാണം. ഇത് കൂടാതെ മർമ്മപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ്. ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ്. സോദോമിന്റെ പാപം എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. പാപം ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ പറയുന്നു, സർവ്വജഡവും വഷളാക്കി തീർത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രഖ്യാപനം. പാപത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. 1, പ്രകൃതിയുടെ സാക്ഷ്യം. 2, മനുഷ്യൻ്റെ മനസ്സാക്ഷി. 3, ന്യായപ്രമാണത്തിൻ്റെ സാക്ഷ്യം. 4, ദൈവിക പ്രഖ്യാപനം. ഇനി പാപം 2 വിധത്തിലുണ്ട്. അത് നമുക്ക് ജീവിതത്തിലാണ്. അതിൽ ഒന്ന് ജന്മപാപം, മറ്റൊന്ന് കർമ്മപാപം. ജന്മപാപത്തിന് നമ്മളാരും കുറ്റക്കാരല്ല, ആണോ? ഈ മക്കളെല്ലാം പാപികളാണെന്നാണ് പറയുന്നത്, രക്ഷിക്കപ്പെടാത്തവരല്ല. പക്ഷെ നിങ്ങൾ ആരും കുറ്റക്കാരല്ല. ഇന്നെങ്ങനെ ഇത് കിട്ടിയത്? ആദാമ്യ പാപമാണ്, അല്ലേ? നമ്മളുടെ വല്യപ്പനും വല്യമ്മയും 2 പേരും പാപം ചെയ്തു. അവരുടെ ബ്ലഡ് പാപരക്തമായി തീർന്നു. ആ പാപരക്തത്തിൽ നിന്നാണ് സകല മാനവജാതിയും ഉളവായത്. അതുകൊണ്ടാണ് ജന്മപാപം ആ മനുഷ്യനിൽ നിന്ന് നമ്മിലേക്കെല്ലാം വ്യാപിച്ചത്. അതുകൊണ്ട് നമ്മൾ ജന്മനാ പാപിയാണ്. അതാണ് സങ്കീർത്തനത്തിൽ 51-ാം സങ്കീർത്തനം ദാവീദ് പറഞ്ഞിരിക്കുന്നത്, പാപത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഗർഭധാരണം പാപമല്ല കേട്ടോ. പക്ഷേ ഈ പാപത്തിൽ എന്ന് പറഞ്ഞാൽ പാപ ബ്ലഡിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ജന്മപാപം. 2, കർമ്മപാപം. എന്താ കർമ്മപാപം? ദൈവവ്യവസ്ഥയ്ക്കെതിരെ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് കർമ്മപാപം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്കൊന്നും പെട്ടെന്ന് പിടികിട്ടിയല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ. കർമ്മപാപം എന്ന് പറയുന്നത് ദൈവവ്യവസ്ഥയ്ക്കെതിരെ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് കർമ്മപാപം എന്ന് പറയുന്നത്. എന്തൊക്കെയാ ദൈവവ്യവസ്ഥയ്ക്കെതിരെ? നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 10 കൽപ്പനയുണ്ട്. 2 കൽപ്പലകല, അല്ലേ? ഒരു കൽപ്പലകയിൽ 2 കൽപ്പലയിൽ എങ്ങനെ അത് എഴുതിയിരിക്കുന്നത്? ഒരു കൽപ്പലയിൽ എത്ര എഴുതി? ഒരു കൽപ്പലക 4 എഴുതി. സാധാരണയാണ് 5-5 എഴുതേണ്ടത്, 4 എഴുതി. മറ്റൊരു കൽപ്പലകയിൽ 6 എഴുതി. ഇതൊന്ന് വിശദമായിട്ട് നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കുന്നത്, ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള കൽപ്പന, 1, ഞാനല്ലാതെ അന്യദൈവം ഉണ്ടാകരുത്. 2, ഒരു പ്രതിമയും ഉണ്ടാക്കി നമസ്കരിക്കരുത്. 3, യഹോവയുടെ നാമം. 4, ശബത്തുനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. ഈ 4 കൽപ്പനകൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കൽപ്പന എഴുതിയത്. തുടർന്ന് വരുന്ന 6 കൽപ്പനകൾ വേറൊരു കല്ലിൽ എഴുതി കൊടുത്തു. അതെന്തിനാ കാണിക്കുന്നറിയോ? മനുഷ്യനും തമ്മിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് എഴുതിയത്, അല്ലേ? മാതാപിതാക്കളെ, അതുപോലെ മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല, അല്ലേ? മനുഷ്യനുമായിട്ടുള്ള
ആ, പ്രവൃത്തിയെ കുറിക്കുന്നതാണ്. അപ്പം ഈ രണ്ട് വ്യവസ്ഥകളും മനുഷ്യൻ തെറ്റിൽ അകപ്പെട്ടു പോകാനായിട്ടിടയായി. ദൈവത്തോട് മനുഷ്യൻ പാപം ചെയ്യുന്നു, മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്യുന്നു. പിന്നെ കർമ്മപാപത്തിൽ വരുന്ന മറ്റൊരു വിഷയം, മനുഷ്യൻ പ്രകൃതിയോട് ദോഷം ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇതാണ് അന്തരീക്ഷ മലിനീകരണം എന്നൊക്കെ പറയുന്നത്. ഈ കോവിഡ് കാലത്ത് ഇപ്പോൾ ആശ്വാസം വന്നായിരുന്നു. എന്താണെന്നറിയോ? ഓസോൺ പാളികളെല്ലാം അടഞ്ഞെന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ അന്തരീക്ഷ ഫാക്ടറികളിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൻ്റെ മലിനീകരണത്താൽ ഓസോൺ പാളികൾക്കെല്ലാം വിള്ളൽ വന്നു, സൂര്യതാപം ഡയറക്റ്റ് ഭൂമിയിലേക്ക് വരുന്നു. ഇത് മനുഷ്യൻ്റെ കൈപ്പരിപാടിയല്ലേ, സ്വഭാവമല്ലേ, മനുഷ്യൻ്റെ പണി കൊണ്ടുണ്ടായതല്ലേ. പ്രകൃതിയെ മനുഷ്യൻ ദോഷം ചെയ്യുന്ന ഒരു അനുഭവത്തിൽ അന്തരീക്ഷ മലിനീകരണം കൊണ്ട് എത്തി. കർമ്മപാപത്തിൽപ്പെട്ടതാണ്. അതിൽ അയർലൻഡ്, ഇംഗ്ലണ്ട് ഇങ്ങനെ ഒത്തിരി രാജ്യങ്ങളെ മാനിക്കേണ്ടിയിരിക്കുന്നു. ഒരു വേസ്റ്റ് പോലും ഇവിടെ ഇടാനായിട്ട് സമ്മതിക്കത്തില്ല, അല്ലേ? പ്രകൃതിയുടെ മേൽ മനുഷ്യൻ ദോഷം ചെയ്യും. നാലാമതായിട്ട് അതിൽ കാണാൻ കഴിയുന്നത്, കർമ്മപാപത്തിൽ മനുഷ്യനോട് തന്നെ ദോഷം ചെയ്യും. ചെയ്യാറുണ്ടോ? ഉണ്ട്. ഉദാഹരണമൊക്കെ പറയാനുണ്ട് കേട്ടോ. ഗദരദേശത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ശവക്കല്ലറയിലായിരുന്നു. അവൻ്റെ പരിപാടി എന്നാണെന്നറിയോ? കല്ലെടുത്തിട്ട് തന്നെത്താൻ ഇടിക്കുകയാണ്, തൻ്റെ ശരീരത്തെ ഇടിക്കുകയാണ്, അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. ശരീരത്തെ, ഒരു പുരുഷൻ്റെ ശരീരത്തിലുള്ള ബന്ധത്തിൽ എന്താ പറയുന്നത്? പുരുഷൻ്റെ ശരീരം ആരാന്നാ? അല്ലെന്നേ, സ്ത്രീയാന്നേ, ഭാര്യയാന്നേ, അല്ലേ? അങ്ങനെയെങ്കിൽ തന്നെത്താണ് ശരീരത്തോട് ദ്രോഹം ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? തിരിച്ചുകൊണ്ട് കേട്ടോ, അല്ലേ? തന്നെത്താൻ അഥവാ മനുഷ്യ സ്വയത്തോട് ദോഷം ചെയ്യുന്ന ഒരു കർമ്മപാപത്തെക്കുറിച്ച് വായിക്കാനായിട്ട് കഴിയും. അതിൻ്റെ ക്ലൈമാക്സിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ആത്മഹത്യയാണ്. അതിൻ്റെ പേര് തന്നെയാണ്, അല്ലേ? അപ്പം 3-4 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. കർമ്മപാപം എന്ന് പറഞ്ഞ് ദൈവ വ്യവസ്ഥയ്ക്കെതിരെ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് കർമ്മപാപം. അതിലൊന്ന് ദൈവത്തോട് മനുഷ്യൻ ചെയ്യുന്നവ, 2 മനുഷ്യനോട് മനുഷ്യൻ ചെയ്യുന്നവ, 3 മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്നവ, 4 മനുഷ്യൻ സ്വയത്തോട് തന്നെ ചെയ്യുന്നവ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ വിഷയത്തിന് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കർമ്മപാപവും ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പോയാൽ എങ്ങനെ ശരിയാവും തോന്നും, അല്ലേ? പാപം 2 ഉണ്ടെന്ന് പറഞ്ഞു. 1 ജന്മപാപം, 2 കർമ്മപാപം. 2 നമ്മൾ വിശദീകരിച്ചു. 3 ഇനിയും വരുന്നത്, ഈ കർമ്മപാപത്തെ തന്നെ 2ആയിട്ട് തിരിക്കാൻ പറ്റും. കർമ്മപാപം 2 ഉണ്ട്. വിശദീകരിക്കാൻ നേരം കിട്ടിയില്ലേലും വേണ്ടിയല്ല, നിങ്ങൾ ചിന്തിച്ചു കൊടുക്കുക. 1 രഹസ്യപാപം. കേട്ടിട്ടുണ്ടോ? അമ്മ ചെയ്യുന്നത് അച്ഛനും അറിയില്ല, അച്ഛൻ ചെയ്യുന്നത് അമ്മയും അറിയില്ല, അല്ലേ? 2 പേരും കൂടെ ചെയ്യുന്നത് നാട്ടുകാരും അറിയില്ല. രഹസ്യപാപം. രഹസ്യപാപത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. 1 ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. ശമൂവേലല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യും. അതുകൊണ്ട് മക്കളെ, ഒറ്റ ദിവസം പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. മറ്റൊന്ന്, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. യാക്കോബ് 4:17. 3 ധാർമ്മിക ജീവിതത്തിൽ ചെയ്യുന്ന ദുർനടപ്പ് രഹസ്യപാപത്തിൽപ്പെട്ടതാണ്. ഒത്തിരി ഉദാഹരണം ബൈബിളിലുണ്ട്. ആരും അറിയുക, ദൈവം ഒഴിച്ച്, അല്ലേ? ഉദാഹരണം ദാവീദ് ഒക്കെ ഉണ്ട്. ഇനി പരസ്യപാപത്തിൻ്റെ ചില പ്രത്യക്ഷ രൂപങ്ങൾ. പരസ്യപാപം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് പരസ്യപ്പെടുന്നതാണ്. അതിലൊന്ന് മോഷണം, പരസ്യമായിട്ട് വരുന്നതാണ്. ഉദാഹരണം ബൈബിളിൽ കാണാൻ കഴിയും. യോശുവ 7-ാം അധ്യായം എടുത്ത് വായിക്കണ്ട, സമയം തീർന്നുകൊണ്ട്. യോശുവ 7-ാം അധ്യായത്തിൽ ആഖാൻ, അല്ലേ? മോഷണം.
2, നുണ പറയുക, കള്ളം പറയുക. 3, സ്വാർത്ഥത, ഉദാഹരണം ഗേഹസി. 4, പരസ്യഭാവങ്ങൾ. യോന പ്രവാചകൻ, എന്താ നമുക്ക് പറയാൻ കഴിയും? അനുസരണക്കേട്, ഇല്ലേ? അപ്പം പരസ്യഭാവങ്ങളിൽ 4 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. 1, മോഷണം. 2, കള്ളം പറച്ചിൽ. 3, സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ചിന്താഗതികൾ. 4, അനുസരണക്കേട്. നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പാപം ചെയ്യുക. സഹോദരന്മാരെ, ദൈവവചനത്തെ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ പാപം ചെയ്യുകയാണ്. അനുസരണക്കേട് പാപമാണ്. യോനയുടെ കാര്യം അത് വിശദീകരിക്കേണ്ട വിഷയമാണ്. അങ്ങനെ പാപം ചെയ്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം നിന്നെ മര്യാദ പഠിപ്പിക്കും. എപ്പം മര്യാദ പഠിപ്പിക്കും? എവിടെ മര്യാദ പഠിപ്പിക്കും? കപ്പലെ കയറി സുഖമായിട്ട് പോയെന്ന് കണ്ടു. കപ്പലെ കയറി ഉടനെ കാറ്റടിപ്പിച്ചോ? ഇല്ല. കാറ്റടിപ്പിച്ച എന്താ സംഭവിക്കുന്നത്? യോനാ മെടുക്കൻ ഒറ്റ ചാട്ടം ചാടും കരക്കേക്ക്, അല്ലേ? നടുക്കടലിൽ കൊണ്ടിട്ടാണ് മര്യാദ പഠിപ്പിക്കുന്നത്. അവിടെ കിടന്നിട്ട് അയ്യം വിളിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുസരണക്കേട് കാണിക്കുവാൻ ഇടയാവരുത്. ഇത്തരം കാര്യങ്ങൾ നമുക്കിപ്പോൾ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. സമയം 2 മിനിറ്റിലൂടെ ഞാൻ ചോദിച്ചു വാങ്ങിയതനുസരിച്ചേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബാക്കി ഒരു സെക്ഷനൂടെ എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ സെക്ഷനിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ചിന്തിച്ചു വന്നത്, നമുക്കൊരു വലിയ ശത്രുവുണ്ട്. ആ ശത്രു സാത്താനാണ്. അവൻ്റെ തന്ത്രങ്ങളുമായി നമ്മുടെ വാതിക്കൽ കിടക്കുന്നു. നാം കണ്ണു തുറന്നു നോക്കിയാൽ അവനെ കാണാൻ കഴിയും. നമ്മുടെ വാതിക്കൽ കിടക്കുന്നു. പാപം നമ്മുടെ വാതിക്കൽ കിടക്കുന്നു. നാമോ അതിനെ ജയിക്കണം, അല്ലേ? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞത്. പാപത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് ഉണ്ടായത്? ദൂതനിലാണ്, അല്ലേ? ദൂത സമൂഹത്തിലാണ് പാപത്തിൻ്റെ ഉത്ഭവം വന്നത്. ആ പാപം ദൂതനിൽ നിന്ന് തള്ളപ്പെട്ട ദൂതന്മാർ മുഖാന്തരം മനുഷ്യവർഗത്തിലേക്ക് ആ പാപം പ്രവേശിച്ചു. ആ മനുഷ്യവർഗത്തിൽ പ്രവേശിച്ചതിൻ്റെ വിധങ്ങൾ നമ്മൾ ചിന്തിച്ചു. സാത്താൻ്റെ പ്രലോഭനത്തിൽ കൂടെ വന്നു, സാത്താൻ്റെ ഉപായത്തിൽ കൂടെ വന്നു, ദൈവത്തിനെതിരായ അപവാദത്തിൽ കൂടെ വന്നു, ദൈവവചനത്തെ സംശയിക്കുന്നതിലൂടെ നമുക്ക് അത് കടക്കുവാനായിട്ട് ഇടയായി. ഇനി നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമുണ്ട്. ഏദൻ പർദീസിലെ പാപം എന്തായിരുന്നു? ആര് ചോദിച്ചാലും നിങ്ങൾ പറയണം, അനുസരണക്കേടെന്ന് പറയല്, കള്ളം പറഞ്ഞെന്ന് പറയല്. ഇതെല്ലാം അത് ശരിയാണ്. എന്നാൽ ഫസ്റ്റിലത്തെ പാപം അവിശ്വാസമാണ്. ദൈവത്തെ അവിശ്വസിച്ചു, സാത്താനെ വിശ്വസിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പാപമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. സാത്താനെ അവിശ്വസിച്ച് ദൈവത്തെ വിശ്വസിച്ച് തിരിച്ചു വന്നാൽ ദൈവമക്കളായി തീരാം എന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണം. ഇനി പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. പാപം സത്യമാണ്. അത് ലോകം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ നിലയിൽ നമ്മൾ ചിന്തിച്ചു. ഭൂമി ശപിക്കപ്പെട്ടതാണ്. കഷ്ടവും ഗർഭധാനം നമ്മൾ ചിന്തിച്ചു. മഴയും മഞ്ഞുകട്ടയും പാപം കൊണ്ട് ഉണ്ടായതാണ്. വരുന്ന നാളുകളിൽ ഈ മഴ ഉണ്ടാവത്തില്ല കേട്ടോ, സമുദ്രം ഒന്നും ഉണ്ടാവത്തില്ല, ഒരവസ്ഥയിലേക്ക് വരും. പിന്നെ പാപം 2 വിധത്തിലുണ്ട്. ഒന്ന് ജന്മപാപവും കർമ്മപാപവും. കർമ്മപാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ജന്മപാപത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തലമുറയായിട്ട് കിട്ടുന്നതാണ്. മൂന്നാമത് അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചത് കർമ്മപാപത്തെ 2ആയിട്ട് നമ്മൾ പഠിക്കാനിടയായി. 1 രഹസ്യപാപം, 2 പരസ്യപാപം. ഈ 2 പാപങ്ങളും ദൈവത്തോട് ശത്രുതയുള്ളതാണ്. ആകയാൽ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ? അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവ് സൗന്ദര്യം തന്നിട്ടുണ്ട്. അതിൽ അഹങ്കരിക്കരുത്. ധനം തരും, അതിൽ അഹങ്കരിക്കരുത്. നമുക്ക് ജ്ഞാനം തരും, അതിൽ അഹങ്കരിക്കരുത്. നമുക്ക് എന്തെല്ലാം നന്മകളും കർത്താവ് തരട്ടെ. അതെല്ലാം നമുക്ക് വേണ്ടി ചോര തന്ന് വീണ്ടെടുത്ത യജമാനൻ്റെ മഹത്വത്തിനായിട്ട് മാത്രമായി തീരുവാനായിട്ട് ഇടയാവണം. അങ്ങനെയെങ്കിൽ
ആണിപ്പാടേറ്റ കരങ്ങൾ നമ്മളുടെ ഉച്ചി മുതൽ വെച്ച് അവൻ മക്കളെ നമ്മളെയൊക്കെയും അനുഗ്രഹിക്കാനാണ് വന്നത്. ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, ഈ 3 നാളായിട്ട് പുരുഷാരം അവൻ്റെ അടുക്കൽ, നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ. കർത്താവ് തീർച്ചയായും നമ്മെ അനുഗ്രഹിച്ചേ പറഞ്ഞു വിടുകയുള്ളൂ, പറഞ്ഞു വിടുകയുള്ളൂ. ഒരു കാര്യം ചെയ്യണേ, കഴിഞ്ഞിടയ്ക്ക് ഞാൻ TV കണ്ടപ്പോൾ ഇങ്ങനെ കണ്ടു, മെത്രാന്മാരുടെ കൈ പോയി മുത്തുവല്ലോ, ഇല്ലേ? എൻ്റെ ഒരു പ്രിയപ്പെട്ട ആള് അവിടെ മലപ്പള്ളി ശവടക്കിന് പോയത്, ചിലപ്പോൾ അവിടെ അടക്കിയത് മെത്രാൻ. ഉടനെ മെത്രാൻ എല്ലാവരും തലയെ കൊണ്ട് വെക്കുന്നുണ്ട്. ഈ പ്രായമുള്ള കാരണവർ 85 വയസ്സുണ്ട്. പുള്ളിക്കാരനെ വന്ന് ഈ പുള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞു കൊടുക്കും, കുരിശ് വെച്ചൊരു മുത്തം കൊടുത്തു. ഞാൻ പറയാനുള്ളത്, ലോകം അങ്ങനെ അത് ആദരിക്കപ്പെടുന്നുവെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന, നടുവിൽ വന്നിരിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ കൈ ഒന്ന് ശ്രദ്ധിച്ചേ. ആണിപ്പാടുകളുണ്ട്, പക്ഷേ മഹത്വീകരിക്കപ്പെട്ട തേജസ്സുള്ള കരങ്ങളാണ്. അവൻ്റെ പാദത്തെങ്കിൽ താണിരിക്കുന്നുവെങ്കിൽ അവൻ 2 കരവും നിന്റെ ശിരസിന്മേൽ വെച്ച് അനുഗ്രഹിച്ച് ജയാളിയായി ഇവിടുന്ന് പറഞ്ഞുവിടും. കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.